അപ്പോൾ നമ്മൾ ഇന്ന് വച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എങ്ങോട്ട് എന്നാണ് തലക്കെട്ട്. അപ്പം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവർ പ്രവർത്തിക്കുന്നത് സമൂഹത്തിന് മാറ്റത്തിന് വേണ്ടി ആണോ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ ഉദാഹരണമായി കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഒരു കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊരു സാമൂഹ്യപരമായ മാറ്റമാണ്. അല്ലെങ്കിൽ ഒരു അനാചാരത്തിനെതിരെയുള്ള ഒരു വിധിയാണ് കോടതി വിധി. ആ വിധിക്കെതിരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാട് എടുത്തു എന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണെന്ന്. ഈ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ സമൂഹത്തിലെ ജാതി ഒരു യാഥാർത്ഥ്യമായ സ്ഥിതിയിൽ ജാതി ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറാറുണ്ട്, മതം ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നുണ്ട്, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് പണം ഒരു പ്രധാനപ്പെട്ട ഘടകം മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ ഈ പണത്തിനും ജാതിക്കും മതത്തിനും വേണ്ടി ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അതായത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ളതും അധികാരത്തിൽ വരാനുള്ളതോ രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് വിധേയമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വികസന കാര്യത്തിൽ സാമൂഹ്യപരമായി ഒരു സമൂഹത്തിൽ വികസനം എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യം. ഇപ്പോൾ കുടിവെള്ളം എല്ലാവർക്കും ലഭിക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു മാറ്റമാണ്. അപ്പോൾ അതിന് പകരം ഇത്തരം അവരുടെ സ്വച്ഛന്ത പക്ഷപാതപരമായി മാറുന്ന പോരുമ്പോൾ സമൂഹത്തിൽ മാറ്റം സംഭവിക്കില്ല. അത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് യുക്തിവാദി സംഘങ്ങളെല്ലാം സജീവമായി മുന്നോട്ട് വെച്ച സാധനമാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ തന്നെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു ദുരാചാരമാണ്. ഈ ദുരാചാരത്തിനെതിരെ ഒരു നിയമം കൊണ്ടുവരണമെന്ന്, ആരെ ബാധിക്കുന്നില്ല, ഒരു നിയമം കൊണ്ടുവരണമെന്ന് സമൂഹത്തിലുള്ള പുരോഗമനപരമായ ശാസ്ത്രവാദികൾ ആവശ്യപ്പെട്ടു. പക്ഷേ ആ നിയമം എന്ന് പറയുന്നത് ഭൂരിപക്ഷം മതത്തിലും ജാതിയിലും അധിഷ്ഠിതമായി ജീവിക്കുന്ന സമൂഹത്തിന് ചിലപ്പോൾ ദോഷം ചെയ്യുന്നൊരു തോന്നലാണ്. സാമൂഹികപരമായ വലിയ തോന്നലിൻ്റെ പരമായി ആ നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടക്കം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോയാൽ നമ്മുടെ സമൂഹത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞില്ല. എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ പണത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ഫലമായി കോർപ്പറേറ്റുകളുടെ രീതിയിൽ ഭരണനിർവഹണം നടത്തുന്ന രാഷ്ട്രീയത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ പോയാൽ നമുക്ക് നാട്ടിൽ മാറ്റം സംഭവിക്കില്ല. മുൻകാലങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നെഹ്റുവൊക്കെ മുന്നോട്ട് വെച്ച ഒരു വികസന അജണ്ട ചിലർക്ക് വിജയിപ്പുണ്ടെങ്കിൽ പോലും അത് മൊത്തം ജനങ്ങളെ ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ പോയാൽ ഒരു പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അന്തം വിട്ട് നിൽക്കാനേ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ബോധം വരണം. നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ഇപ്പോൾ യുദ്ധം നടത്തുമ്പോൾ അവിടെ ബോംബിടുന്ന ബോംബ് നമ്മുടെ നികുതിപ്പണമാണ്. അവിടെ അപ്പുറത്തെ മനുഷ്യർ നമ്മുടെ കൂടെ മനുഷ്യരാണ്, എല്ലാ മനുഷ്യരും ആഫ്രിക്കയിൽ വന്ന മനുഷ്യരാണ് എന്നൊരു തോന്നലിലൂടെ ഈ മാനവികത മുന്നോട്ട് വച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ നികുതിപ്പണമാണ് ഇതിനെ ഉപയോഗിക്കുന്നുള്ള ബോധം പൊതുജനത്തിലുണ്ടാകുന്നുള്ള ശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു മൊത്തത്തിൽ ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ സംസാരിച്ചാൽ എല്ലാവർക്കും എത്താൻ പറ്റും. ഇതിൻ്റെ തുടക്കം ഒരു ആമുഖം മാത്രമാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി ഞാൻ സുശീൽ സാറിൻ്റെ കയ്യിലേക്ക് മയക്കും. സ്നേഹിതരെ, പല ആൾക്കാരെയും എനിക്ക് അറിയാമെന്നുള്ള ആൾക്കാരാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ അറിഞ്ഞൂടാത്ത ആൾക്കാരുള്ളൂ. അപ്പോൾ ആ വിഷയത്തിനെ സംബന്ധിച്ച് ജാതി മതം ഇതെല്ലാം എങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, ആ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ട് അത് എങ്ങനെ മുൻപോട്ട് പോകുന്നു, അത് ആർക്ക് നേട്ടം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അന്തസത്ത. അപ്പം നമ്മൾ ജാതി ഞാൻ ഇത് ഒരു സ്റ്റഡി നടത്തിയിട്ട് വന്നിട്ടുള്ള ആളല്ല, ഇത് പേട്ടിട്ട് ഒട്ടെന്ന് പറയണതാണ്. നമ്മൾ ഒരു സ്റ്റഡി ലോകത്തിൻ്റെ നടത്തുന്നു എങ്കിൽ ലോകത്ത് 3-4 സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നത്. പക്ഷേ നമുക്കത് തോന്നും വലിയ ലിബറലാണ്, അവിടെ എന്ത് വേണോ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അവർ ജാതിയും മതവും ഒന്നും ഭരണത്തിൽ പങ്കാളിയല്ല, ഭരണകൂടത്തിൽ പങ്കാളിയല്ല എന്നൊരു തോന്നൽ
പൊതുവേ നമുക്ക് തോന്നും. അതേസമയം എല്ലാ രാജ്യങ്ങളിലും മതം ഇടപെടുന്നുണ്ട്. അത് എങ്ങനെയാണ് മതം ഇടപെടുന്നത്? ഒരു രാജ്യത്ത് ഭൂരിപക്ഷ സമുദായം ആര്? ക്രിസ്ത്യനാവാം, മുസ്ലിംസ് ആവാം, പഴ്സിയാവാം, ഹിന്ദു ആവാം, ആരുമാവാം. അവർ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിരുന്നാൽ ആ ഭൂരിപക്ഷ ജനതയ്ക്ക് എല്ലാത്തിനും ഒരു മുൻഗണന സ്വാഭാവികമായി ഭരിക്കുന്നവർ കൊണ്ടുവരും. അതിന് ആരും പറയുമെന്നും വേണ്ട, അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. അത് വരും. ഒരു പക്ഷേ ലോകത്ത് അത് ഇല്ലാത്ത 2-3 രാജ്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഫിൻലാൻഡിൽ ഇതില്ല. അവിടെ പള്ളിയിൽ പോകുന്നത് തന്നെ കുറഞ്ഞു വരുന്നുണ്ട് ഫിൻലാൻഡ്. അത് കഴിഞ്ഞാൽ നെതർലൻഡ്. ഇതേപോലെ 2-3 രാജ്യങ്ങൾ ഒഴിച്ചിരുന്ന ബാക്കി എല്ലാ രാജ്യങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ മതം ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ഞാൻ കൂടുതൽ സമയം വളരെ ചുരുക്കി പറയുന്നതാണ്. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന അവിടങ്ങളിൽ വികസിച്ചു വന്ന ഒരു ജനാധിപത്യമല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാഗവും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ഭരണഘടന വരുന്നുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യക്കകത്തുള്ള അതുവരെയും പിന്നോക്ക ജാതിയിൽ നിന്ന് ദളിത് വംശജർ, ആദിവാസികൾ, അന്ന് വരെയും ഒരു തുണ്ട് ഭൂമി കൈവശമില്ലാത്ത ആൾക്കാർ, കാട്ടി താമസിക്കുന്ന എന്താണെന്ന് അറിഞ്ഞിടാത്ത ആദിവാസികൾ, ഒരു വ്യവസായം പോലും പിന്നോക്ക ജാതിയിലെ ഇതിൽ ഇന്ത്യയിലില്ലായിരുന്നു. ആ സമയത്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ കംപ്ലീറ്റ് ഭൂരിപക്ഷ ജനം ഒന്നുമില്ലാത്തവരും ഒരു 5% ഉള്ളവരുമായിട്ടുള്ള ഒരു ക്രമീകരണത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്ക് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമകോടിയിലായിരുന്നു. 500ഓളം നാട്ടുരാജ്യങ്ങളെ 5000ത്തോളം നാട്ടുരാജ്യങ്ങളെ ചേർത്തുകൊണ്ടാണ് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നത് തന്നെ. ഈ ഒരു പരിസ്ഥിതിയിലാണ് ഇവിടെ ജനാധിപത്യം വരുന്നത്. ആ ജനാധിപത്യം വന്ന അന്ന് തൊട്ട് ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെയും ജാതി മതങ്ങൾ തന്നെയാണ് ഇതിനെ നിയന്ത്രിച്ചിരുന്നത്. ഒരു രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ അവരെ മുൻകൈയാണ് ഇതുള്ളത്. ഒരു പക്ഷേ നമുക്ക് ഇത് പരിശോധിക്കുമ്പോഴത്തേക്ക് 56 ആവടി സമ്മേളനം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടന്നിരുന്നു ആവടിയിൽ വെച്ച്. ആ സമ്മേളനത്തിൽ വെച്ച് അവർ പ്രഖ്യാപിച്ചത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തിലേക്കുള്ള പരിവർത്തനത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്, എല്ലാവരും സമന്മാരാണ്, ഭൂമി വിതരണം നടത്തും, വ്യവസായങ്ങൾ വിതരണം നടത്തും, തൊഴിലില്ലായ്മ പരിഹരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് അത് പാസ്സാക്കപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ 75 ഒരു ഘട്ടം വരുന്നുണ്ട്. പല യുദ്ധങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ സംസാരിക്കും. 75 ഘട്ടം വന്നപ്പോഴത്തേക്ക് അതുവരെയും ഇന്ത്യക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും ചില റിബൽ ചിന്താഗതിക്കാരും ഏറ്റവും നല്ല സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു സമയവും, കോൺഗ്രസ് ഇന്ത്യയിലെ ഭൂരിപക്ഷ സ്റ്റേറ്റുകളിലും കേന്ദ്രത്തിലും ഭരിക്കുന്ന ഒരു സമയത്തിലാണ് അടിയന്തരാവസ്ഥ വരുന്നത്. ഈ അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് ഇന്ത്യക്കകത്ത് ജനസംഘത്തിന് ഒരു സ്റ്റേറ്റിലും ഭരണമില്ലായിരുന്നു. പാർലമെൻറ്റ് 2 അംഗങ്ങൾ മാത്രം, വാജ്പേയിയും അദ്വാനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് എമർജൻസി വരുന്നത്. ഈ എമർജൻസി വന്നതിന് ശേഷം കോൺഗ്രസ് തന്നെ എല്ലാ ശക്തികളെയും വികസിച്ച് വരുന്നതിന് വേണ്ടിയുള്ള അടിച്ചമർത്തലുകൾ നടത്തി. ആ അടിച്ചമർത്തലിൻ്റെ പേരിൽ തന്നെയാണ് നമുക്ക് പ്രാദേശിക കക്ഷികളായിട്ട് ധാരാളം ഉണ്ടായിരുന്നതെല്ലാം ഒരു രീതിയിലും വേറെ രീതിയിൽ പോയി. അടുത്ത് വരുന്നത് ജനതാ പാർട്ടി എന്നുള്ള പേരിലൊരു പുതിയ പാർട്ടിയാണ് വരുന്നത്. പല സ്റ്റേറ്റിലുമുള്ള പാർട്ടികളും ജനതാ പാർട്ടിയിൽ പോയി. ഈ ജനതാ പാർട്ടി പോയപ്പോൾ അതിൽ കൂടി തന്നെയാണ് ജനസംഘവും ജനതാ പാർട്ടിയിൽ പോയി, RSSും അതിൽ പോയി. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരുന്നത്,
അപ്പം നമ്മൾ ജാതി രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞിരുന്ന 47 കഴിഞ്ഞ് 52 തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ആ സമയം തൊട്ട് ജാതി രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ വരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം വന്നത് അതുവരെയും പുലർത്തിയിരുന്ന കോൺഗ്രസിൻ്റെ നയത്തിന് വ്യത്യസ്തമായി വേറെ ഒരു ഭരണം വന്നു. ഭരണകൂടമല്ല, ഭരണം വന്നു, വേറെ ഭരണം വന്നു. ആ ഭരണം വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിനെ മാത്രം കുറ്റം പറഞ്ഞാണ് അവർ അധികാരത്തിൽ വരുന്നത്. അവർക്ക് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു പ്രോഗ്രാമും ഇല്ലായിരുന്നു. അത് തന്നെ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും കാണുന്നത്. അതിനൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും സെറ്റ് ബാക്കായി എന്നുള്ള കൂലങ്കഷമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഈ പാർലമെൻ്ററി ജനാധിപത്യം കൊണ്ട് ഇത് പരിഹരിക്കും എന്നൊരു വിശ്വാസം എനിക്കില്ല. പിന്നെ ബാക്കിയുള്ളവരെ എനിക്ക് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, എനിക്കില്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞിരുന്നിരുന്ന ഇപ്പോഴിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സമൂർത്തമായ ഒരു പ്രോഗ്രാമായിരുന്നു അടിയന്തരാവസ്ഥ. ടക്കനെ മുഖംമൂടി മാറ്റി അടിയന്തരാവസ്ഥ വന്നു. ഇപ്പോഴും നോക്കി നിങ്ങൾ BJP ഭരണം എടുത്ത് നോക്കി. കോൺഗ്രസിൻ്റെ ഭരണം ഇരുന്ന സമയത്ത്, അടിയന്തരാവസ്ഥ വന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും കോൺഗ്രസ്സുകാരോ അവരെ കൂടെ നിൽക്കുന്നവരോ അവർ ഒരു കാരണവശാലും പോലീസിന് ഒരാളിനെ പോലും ഒറ്റുകൊടുത്തിട്ടില്ല. പക്ഷേ ഭരണകൂടത്തിലുള്ള അതിക്രമങ്ങളും സ്വേച്ഛാധിപത്യ രീതികളാണ് അതിനെ അടിച്ചമർത്തപ്പെടുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കുക, ഇന്ന് ഇന്ത്യക്കകത്ത് ആൾക്കൂട്ട കൊലപാതകം പലരെയും കൊല്ലുന്നു. ഞാൻ അത് പേരെടുത്ത് വേണല്ലോ, എത്ര പേരെ കൊന്നു. ആ കൊന്നതിന് എത്രയും ഓരോ സംഘടനയുടെ പേര് പറയും. ആൾക്കൂട്ട കൊല്ലും, ആ കൊല്ലുന്നതിന് ഓരോ സംഘടന. എന്നുവെച്ചാൽ നമ്മൾ ഹിറ്റ്ലറെ കാലത്തൊന്ന് വന്നിരുന്ന എപ്പോഴും ഹിറ്റ്ലറെ മിഷണറിയാണ് കൊന്നിരുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ആരെ വേണോ എവിടെ വെച്ച് വേണോ ആൾക്കൂട്ട കൊലപാതകം നടത്താം. പശുവിൻ്റെ പേരിലായിരുന്നാലും ശരി, എരുമേരെ പേരിലായിരുന്നാലും ശരി, ദളിതിനെയും മുസ്ലിംസിനെയും എവിടെ വെച്ച് വേണോ കൊല്ലാം എന്നുള്ള രീതിയാണ്. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥയിൽ വന്നത് പോലീസും അവരെ സിംഗടികളും ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ഇതല്ല. രണ്ടായി കാണണം. ആ സ്ഥലത്ത് ഇപ്പോഴും BJP പറയുന്നുണ്ട് ഞങ്ങൾ ധാരാളം സമരങ്ങൾ നടത്തി, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവെന്ന് പറയുന്നത് ഗവർണർ ഇപ്പം ഗവർണർ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു പ്രതിമ, ഒരു ഫോട്ടോ വെച്ചതിന് ശേഷം അത് നിങ്ങളും അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ രീതി എന്താണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ആരെങ്കിലും ഒരാൾ ഒരു ഫോട്ടോ വെച്ചതിന് ശേഷം ഇത് നിങ്ങളും അംഗീകരിക്കണം എന്ന് പറഞ്ഞിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. ഇത് ഞാൻ അവസാനം നടന്ന ഒരു എക്സാമ്പിളാണ്. ഞാൻ എൻ്റെ ഇതിൽ ഈ ജാതിയെയും മതത്തിനെയും ഇത് എങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണോ ഈ രീതിയിലാണ്. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, നമുക്ക് ഒരു കൊച്ചു ഉദാഹരണം പറയാമെന്നുള്ളത്, ഈ എങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ രീതിയിലുള്ളത് എങ്ങനെ ബാക്കിയുള്ളവരെ കൂട്ടിക്കുഴച്ച് അതിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു SNDPയുടെ ഒരു സാധനം, നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ട് നേരെ BJP-ആയിട്ട് കെട്ടുകെട്ടിക്കുന്ന നിങ്ങളെല്ലാം കണ്ടു കാണും. അത് തന്നെയാണ് നമ്മളെ മനസ്സിനകത്തും ഉള്ളത്. എന്ത് പ്രശ്നം നടന്നിരുന്നാലും അവസാനം പറയുന്ന തിരഞ്ഞെടുപ്പിൽ കാണാം. ഭരണമാറ്റം വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഭരണമാറ്റം എന്ന് വെച്ചാൽ ഒരു ഹർത്താൽ നടത്തി അവസാനിക്കും പോലെ ഭരണമാറ്റം നടത്തി എന്തെങ്കിലും ഒരു മാറ്റം വന്നതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇത് സംസാരിക്കില്ല അവർ പറഞ്ഞിട്ട് വരും. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം 2 മണിക്കൂർ അവിടെ തീരണ വിഷയമല്ല. എങ്കിലും അത് ശ്രദ്ധിച്ച് കൂലങ്കഷമായി അത് പരിശോധിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകണം. എനിക്കും പഠിക്കാനുണ്ട്. അതുകൊണ്ട് വിഷയം കേന്ദ്രീകരിച്ച് നമ്മൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലായത്. നമ്മൾ ചരിത്രം പിന്നെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് സമൂഹത്തിൽ. കാരണം വോട്ട് ബാങ്കിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ അത്രത്തോളം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പല ഈ അനേകം പണാധിപത്യത്തിന് ഞാൻ പറഞ്ഞ പാറക്കോറി ബന്ധം പല ബന്ധമുണ്ട്. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. ജാതി മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് സമൂഹത്തെ നമ്മൾ മാറ്റാൻ വേണ്ടി
തിരുത്തൽ ശക്തികളായി. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ബദലാവാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾ തിരുത്തുന്ന ശക്തിയായി മാറുകയാണ് ചെറിയ ഗ്രൂപ്പുകളുടെ പ്രവർത്തന ഫലം. നമ്മൾ ചെറിയ ശബ്ദങ്ങൾ വരുമ്പം ഇത് അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ബദൽ രാഷ്ട്രീയമാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ നല്ലതായിരിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ തിരുത്തൽ ശക്തിയായിട്ട് മാറാൻ പറ്റും എന്നാണ് അത് നോക്കേണ്ടത്. അവരുടെ മാനിഫെസ്റ്റോയിൽ തിരുത്തൽ വരുത്താൻ പറ്റണം കാര്യങ്ങൾ. നമ്മുടെ ഈ ശബരിമല വിഷയം അവരെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു, പക്ഷെ പ്രവർത്തിക്കാൻ പറ്റില്ല. പൊതുബോധം എങ്ങോട്ടോ അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് പോകുന്നത്. പൊതുബോധത്തിൽ മാറ്റം വന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റം വരുത്തും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ചർച്ച വരട്ടെ. നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടാം. അതിൽ കമൻറ്റ് അഭിപ്രായം വരും. ഇങ്ങനെയൊക്കെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ആദ്യം രാമചന്ദ്രൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് ആമുഖം പറയാമെന്ന് പറഞ്ഞിട്ട് സാറിലേക്ക് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളൊക്കെ അനുഭവസ്ഥരാണ്. കണ്ടുകൊണ്ടിരിക്കുന്നു, പലതും കേട്ടുകൊണ്ടിരിക്കുന്നു. പലതിനും നമ്മൾ കുറ്റകരമായ മൗനം, നിങ്ങളും ഞാനടക്കം പലയിടത്തും നമ്മൾ പാലിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ ദൗർബല്യം കൊണ്ടാകാം, അല്ലെങ്കിൽ സംഘടന ശോഷത്വം കൊണ്ടാവാം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ മറന്നു കിടന്നതെന്ന് ഓർമ്മിപ്പിക്കാനും നമ്മളറിയാത്ത ചില സാഹചര്യങ്ങൾ അന്യോന്യം നമുക്ക് പങ്കുവയ്ക്കാനുമുള്ളൊരു വേദിയായിട്ട് മാത്രമേ, അതിലപ്പുറം ഒരു വലിയ മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്താം എന്നുള്ളൊരു ധാരണയൊന്നും വെച്ചുകൊണ്ടല്ല നമ്മൾ വർത്തമാനം പറയുന്നത്. എങ്കിലും നാഗേഷ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു വിഷയം കൂടി ഇതിനകത്ത് ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്ന് എന്നെ ഏറ്റവും കൂടുതൽ കൗതുകകരമായി എനിക്ക് തോന്നിയത് ഇതാണ്: മുസ്ലിം ഇവിടെ ഇല്ലാതായാൽ, ക്രിസ്ത്യാനി ഇവിടെ ഇല്ലാതായാൽ, സിഖ് മതക്കാരൻ ഇവിടെ ഇല്ലാതായാൽ, ഹിന്ദു മതവും ഇല്ലാതാവും. പക്ഷേ പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനും മാത്രമായിരിക്കും. 5 മതങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ 5 വർഗങ്ങളിൽ അധിഷ്ഠിതമായ 5 ജാതികൾ പ്രാബല്യത്തിലേക്ക് വരും. അതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദു രാഷ്ട്രമല്ല പിന്നെ ഉണ്ടാവുക, ഒരു ജാതി രാഷ്ട്രീയമായിരിക്കും. എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയൊരു പോസ്റ്റാണ്. ചെറുപ്പക്കാരാണ്ട് പോസ്റ്റ് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്നത്തെ അനുഭവങ്ങൾ മുഴുവൻ അടയാളപ്പെട്ട് കിടക്കുന്നൊരു പ്രസ്താവമാണത് എന്ന് എനിക്ക് തോന്നുന്നു. ദത്താത്രേയയുടെ, RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയയുടെ ഒരു പ്രസ്താവനയുണ്ട്. ഭരണഘടനയിൽ നിന്ന്, അതിൻ്റെ ആമുഖത്തിൽ നിന്നും മതേതരത്വം എടുത്തു മാറ്റണം എന്നാണ് ഒന്ന്. നമ്മുടെ മഹാലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് സ്വയം അഭിമാനിക്കുകയും നമ്മളൊക്കെ വിചാരിക്കുകയും ചെയ്തിരുന്ന ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന, മഹാത്മാഗാന്ധി വർഗീയവാദിയായിരുന്നു എന്നാണ്. മുസ്ലിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യ കൊടുക്കാമെന്ന് പറഞ്ഞ് 55 കോടി കൊടുക്കുന്നതിന് കാലവിളംബം വരുത്തിയതിന് മുസ്ലിങ്ങൾക്ക് ആ പണം അടിയന്തരമായി കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹാത്മാഗാന്ധി നടത്തിയ ഒരു വർഗീയ പ്രീണനമാണ്, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധതയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് കാരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രസ്താവന. മറ്റൊന്ന് നമ്മൾ കൗതുകകരമായി കാണേണ്ടത്, നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. മലയാളി കുട്ടികളാണതിൽ കൂടുതലും. കാരണം നമ്മുടെ മനുസ്മൃതി പാഠ്യവിഷയം ആക്കരുത് എന്നാണ് അവരുടെ ആവശ്യം. അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യ എങ്ങോട്ടാണ്? അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മറുഭാഗം വളരെ കൃത്യമാണ്, ഈ ഭാഗം മാത്രമാണ് പ്രശ്നം എന്നാണ്. നമ്മൾ കാശ്മീരിൽ കണ്ടു. ഇസ്ലാമല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വെടിവെച്ച് കൊന്ന അവസ്ഥ, അതും നമ്മൾ കണ്ടു. ലോകം തന്നെ ഇസ്ലാം രാഷ്ട്രമാക്കണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രകടന പത്രികയാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നണികൾ കൂട്ടുപിടിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ആര് ആണ് മെച്ചം? ഇവിടെയാണ് നാഗേഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തിരുത്തൽ ശക്തിയായി ജനസമൂഹം കുറേ ആളുകളെങ്കിലും ഉയർന്നു വരേണ്ടതും നമ്മൾ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും ആ ആശയങ്ങൾ സാധാരണക്കാരനിടയിലേക്ക് പകർത്തേണ്ടതും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഈ വിഷയങ്ങൾ നമ്മൾ കൂലങ്കഷമായി തന്നെ പഠിക്കേണ്ടി ഇരിക്കുന്നു എന്നാണ്. ഈ അടുത്ത ഈ ഗോവധ പ്രശ്നം വന്നപ്പോൾ കിളിപ്പാട്ടിൽ ഞാനൊരു കോളം ചെയ്തുകൊണ്ടിരുന്നു. നാം നടന്ന വഴികളെന്നാണ് അതിൻ്റെ പേര്. ചരിത്രമൊക്കെ കൂടെ ചേർത്തുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ ആര്യന്മാരുടെ, അതായത് അവരുടെ ഉൽപ്പത്തി കാലം മുതൽ തന്നെ അവർ പശുവിറച്ചി ചെയ്തിരുന്നു എന്ന്
പുരാണങ്ങളെയും സ്മൃതികളെയും ആസ്പദമാക്കി തെളിവ് സഹിതം സ്ഥാപിച്ചതിന് ഞാൻ കേൾക്കാത്ത തെറിയുടെ അളവ്, സത്യം കേൾക്കാത്ത പുതിയ തെറികളൊക്കെയാണ് ഞാൻ അന്ന് കേട്ടത്. ഇവിടെ അത് മാത്രമല്ല, നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു വിഷയം, ഇവിടെ കുറ്റകരമായ അനാസ്ഥ അല്ലെ കുറ്റകരമായ മൗനം, ഈ ടൂറിസ്റ്റുകളെ മുസ്ലിം അല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വെടിവെച്ച് കൊന്ന സംഭവത്തിൽ കുറ്റകരമായ അനാസ്ഥ, കുറ്റകരമായ മൗനം പാലിച്ച എത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രതികരിച്ചത്? എത്ര നമ്മുടെ ഈ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ആളുകൾ എത്ര പേർ പ്രതികരിച്ചു? ഈ അനുകൂലമായി പ്രതികരിച്ചവർ, വെടിവെച്ചവർക്ക് അനുകൂലമായി പ്രതികരിച്ച ആളുകൾ വരെ നമുക്കിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ഒരു പാകിസ്ഥാനി മരിച്ചാൽ നമ്മൾ കൈയടിക്കുകയും ഒരു ഇന്ത്യക്കാരൻ മരിക്കുമ്പോൾ നമ്മൾ കരയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യക്കാരനെ കൊണ്ടെത്തിച്ചു. നമ്മൾ ഈ നാഷണലിസം എന്ന് പറയുന്ന ദ ഫീലിംഗ് ഓഫ് ഓൺനെസ് ആൻഡ് ഫീലിംഗ് ഓഫ് സെപ്പറേറ്റ്നെസ് എന്നാണല്ലോ അതിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെ. ഒന്നായി നമുക്ക് തോന്നുകയും പലതായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നാഷണലിസം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് 56 മുതലേ ഉണ്ടാകുന്നുള്ളൂ. അതിനു മുമ്പ് തിരുവനന്തപുരത്തുകാരെല്ലാം തൃപ്പാപ്പൂർ രാജാവിൻ്റെ അടിമകളായിരുന്നു, പ്രജകളായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലമായപ്പോൾ തിരുവിതാംകൂറിലെ നാഷണലുകളായി നമ്മൾ മാറി. 56 നമ്മൾ കേരളത്തിൻ്റെ 49 നമ്മൾ തിരുക്കൊച്ചിയിലെ പ്രജകളായി മാറി. അവിടെയാണ് നമ്മുടെ നാഷണലിസം. 56 നമ്മൾ കേരളത്തിൻ്റേതായി, പിന്നീട് നമ്മൾ ഇന്ത്യക്കാരനായി മാറുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ദേശീയത വെള്ളനാടാണ്. ഞാൻ കൊല്ലത്ത് പോകുമ്പോൾ എൻ്റെ ദേശീയത തിരുവനന്തപുരമാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ മലയാളിയാണ്, കേരളീയനാണ്. ഞാൻ അമേരിക്കയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ ഇന്ത്യക്കാരനാകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ദേശീയത എന്ന് പറയുന്ന ആപേക്ഷികമാണ്. ഈ ആപേക്ഷികമായ ഒരു സാധനത്തിന് സ്ഥിരമാണെന്ന് പറഞ്ഞ് നമ്മളെ അടിച്ചേൽപ്പിക്കുകയും ഈ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ ജാതീയത വളർത്തുകയും ജാതീയതയിലൂടെ മതത്തിനെ കെട്ടിപ്പൊക്കുകയും ഈ മതത്തിനെ വോട്ട് ബാങ്കുകളാക്കി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്നൊരു തന്ത്രം കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും. കേരളം മാത്രമല്ല. വളരെ നിസ്സാരമായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ വിഭാഗീയമായി ചിന്തിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് അവിടെയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ക്ലാസിക് ഭാഷകളാക്കി മാറ്റിയതിൽ സംസ്കൃതമുണ്ട്. ആദ്യം തമിഴാണ്, അത് കഴിഞ്ഞ് സംസ്കൃതം വന്നു, മലയാളം വന്നു, തെലുങ്ക് വന്നു, കന്നഡ വന്നു, 5 ഭാഷകൾ വന്നു. ഏതാണ്ട് 2300 കോടി രൂപ സംസ്കൃതത്തിന് മാത്രം മാറ്റിവെക്കുമ്പോൾ മൊത്തം 137 കോടി രൂപയാണ് ഈ മറ്റ് 4 ഭാഷകൾക്കുമായി മാറ്റിവെച്ചു. ഞാനിവിടെ സെൻട്രൽ ഗവൺമെൻറ് പബ്ലിക്കേഷൻ ഡിവിഷനുമായി നിരന്തരം ബന്ധപ്പെടുകയാണ്. അവിടെ എനിക്കൊരു മെമ്പർഷിപ്പൊക്കെ ഉള്ള ആളാണ്. ഇവിടെ ഒരു 10 കൊല്ലത്തിന് മുമ്പ് വരെ ഹിന്ദിയിൽ എത്ര പുസ്തകമാണ്? ഏതാണ്ട് അതിന് തുല്യമായ മലയാള പുസ്തകങ്ങൾ ഇറങ്ങിയിരുന്നു, വിവർത്തനവും അല്ലാതെയായി. തമിഴിൽ ഇറങ്ങിയിരുന്നു. ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കൂ. 2015 ശേഷം ഒരൊറ്റ മലയാളം പുതിയ പുസ്തകങ്ങൾ അവിടെ ഇല്ല, ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയാലും ഇവിടെ വരണമല്ലോ, കേരളത്തിലല്ലാതെ മലയാള പുസ്തകങ്ങൾ വേറെ വിൽക്കില്ലല്ലോ. അപ്പം ഇതിനെതിരെ സ്റ്റാലിൻ പ്രതികരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സ് അയാളോടൊപ്പം നിന്നു പോകുന്നത് ഇത്തരത്തിലുള്ള വിഭാഗീയത ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത് കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് മതത്തിനെ, ജാതിയെ, ഭാഷയെ വിഭാഗീയമായി ഉപയോഗിക്കുന്നു എന്നാണ്. ഇത് തന്നെയാണ് മലയാള ഭാഷയ്ക്ക് ഈ അടുത്ത കാലത്ത് ഈ ഏകദേശം 2017 പാസ്സായ ഒരു ബില്ലിനെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം 8 കൊല്ലമായി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ. യഥാർത്ഥത്തിൽ ഇവിടെ ഗവർണർക്ക് പാസ്സാക്കി കൊടുക്കുക, ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമമാകേണ്ട ഒരു സാധനത്തിനെ ഇവിടെ നിന്ന് നേരെ ഡൽഹിക്ക് അയക്കുകയും ഡൽഹിയിൽ അതിനെ കോൾഡ് സ്റ്റോറേജ് വെച്ച് തള്ളിക്കളയുകയും ചെയ്തിരിക്കും.
കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒന്നായി നിൽക്കുന്നതിൻ്റെ അതിൻ്റെ വൈവിധ്യം കൊണ്ടാണ്. അതിൻ്റെ ജാതീയമായ വൈവിധ്യം, ഭാഷാപരമായ വൈവിധ്യം, കാലാവസ്ഥാപരമായ വൈവിധ്യം, ഭൂപ്രകൃതി അനുസരിച്ചുള്ള ഈ വൈവിധ്യങ്ങളുടെ ഏകത്വത്തിലാണ് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യം ഉണ്ടായിരുന്ന ആൾ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഇന്ത്യൻ ദേശീയ ഭാഷയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ ദേശീയ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി അല്ല വരേണ്ടത്, ഹിന്ദുസ്ഥാനി വരണം. ഹിന്ദുസ്ഥാനി എന്ന് പറയും ഉറുദുവാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാറി മാറി ഉപയോഗിക്കുന്ന ഭാഷയാണ് വടക്കേ ഇന്ത്യയെ സംബന്ധിച്ച്. അതാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ 47 സ്വാതന്ത്ര്യം കിട്ടും ആരെ പ്രധാനമന്ത്രിയാക്കണം? കോൺഗ്രസിനകത്ത് 2 അഭിപ്രായം വന്നു. എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ആ കാലഘട്ടത്തിൽ ഗാന്ധി ജീവിച്ചിരിക്കുന്ന 48 വരെ കോൺഗ്രസിനകത്തെ അവസാനത്തെ തീരുമാനം ഗാന്ധിയുടേതാണ്. തർക്കം വരുമ്പോൾ ഭൂരിപക്ഷത്തിനല്ല അവിടെ വില. 2 അഭിപ്രായം വരുമ്പോൾ നേരെ ഗാന്ധിക്ക് വിടും. ഗാന്ധി അവസാനം ഒരു തീരുമാനം പറയും. ഗാന്ധി തീരുമാനിച്ചത് കഴിവും ശേഷിയും ശേമുഷിയും തൻ്റെ ഇടവും ധൈര്യവും ഏറെയുള്ള സർദാർ വല്ലഭായ് പട്ടേലിനെ അല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ. എന്തുകൊണ്ട്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹം മതേതരവാദിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം മതേതരവാദി ആയതുകൊണ്ട് അവിടെയാണ് ആ ഗാന്ധിയെയാണ് നമ്മുടെ തരൂര് പറഞ്ഞതെന്ത്? അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന്, ഹിന്ദുദ്രോഹിയാണ് എന്നും പറയാനുണ്ടായ ഒരു സാഹചര്യം ഇതാണ്. ആ നെഹ്റു 1964 മരിച്ചു. അതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. മതത്തിൻ്റെ പേരിൽ ആരും മുതലെടുത്തിരുന്നില്ല. ഒരൊറ്റ മനുഷ്യനും അവിടെ പൊട്ടി ഉയർന്നു വന്നതൊക്കെ അപ്പം തന്നെ അദ്ദേഹം അടിച്ചമർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മുഷ്കുകൊണ്ട് തന്നെ. 64 അദ്ദേഹം മരിച്ചു. പകരം ഇടയ്ക്ക് ഗുൽസാർലാൽ നന്ദ 2 മാസം വരുന്നു. അത് കഴിഞ്ഞ് ശാസ്ത്രി അധികാരത്തിൽ വരുന്നു. 66 ശാസ്ത്രി മരിച്ചു. 66 ഒരു സംഭവം നടന്നു. കുറെ സന്യാസിമാർ, നഗ്ന സന്യാസിമാർ ഗോവധ നിരോധനത്തിന് വേണ്ടി ആദ്യമായി ഒരു മഹാമേരു അപ്രത്യക്ഷമായപ്പോൾ ഒരാവശ്യവുമായി വരുന്നു, ഗോവധ നിരോധനം. അങ്ങനെ 1966 ഗോവധ നിരോധനത്തിനെ കുറിച്ച് ദേശീയ തലത്തിൽ ചർച്ചയാവുന്നതും അത് പിന്നെ പല സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യും. ഇവിടെ ആദ്യമായി മതവും ജാതിയും വോട്ട് ബാങ്കായി മാറുന്നത് 1966 കൃത്യം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് രൂക്ഷമായി മാറുമ്പോൾ കൃത്യം 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 1976 42-ാം ഭേദഗതി അനുസരിച്ച് ആമുഖത്തിൽ മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നു. ആ വ്യത്യാസം നോക്കണം. 1966 മുതൽ 1976 വരെയുള്ള 10 കൊല്ലക്കാലം മതം എത്ര കണ്ട് രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞുവോ അത്രത്തോളം വളർന്നു വന്നു എന്നാണ്. ദ വിൻഡോ ടു ദ തേർഡ് വേൾഡ് എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. ആ വിൻഡോ ടു ദ തേർഡ് വേൾഡ് എന്ന പദവി ഇന്ത്യക്ക് ലഭിക്കുന്നതിന് കാരണക്കാർ 2 പേരാണ്, മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ 100% എല്ലാ നടപടികളും ശരിയെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല വ്യക്തിപരമായി. പക്ഷേ നെഹ്റുവിൻ്റെ മതേതരത്വ കാഴ്ചപ്പാട്, പുരോഗമനപരമായ കാഴ്ചപ്പാട്, പരിഷ്കൃത രാജ്യങ്ങളുമായി കിടപിടിക്കത്തക്കണ്ണ ഇന്ത്യയെ വളർത്തിക്കൊണ്ട് വരണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നീണ്ടുപോകണം എന്നുള്ള കാഴ്ചപ്പാട്, അതുപോലെ തന്നെ സോഷ്യലിസത്തിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടുകളും ലോകത്തിൻ്റെ മുൻപിൽ വാക്കുപാലിക്കുന്ന രാഷ്ട്രമെന്നുള്ള ധാരണയിൽ ആണ് ദ വിൻഡോ ടു ദ തേർഡ് വേൾഡ്, 3-ാം ലോകത്തിലേക്കുള്ള കവാടമെന്ന് ഇന്ത്യക്ക് ലോകം കൊടുത്ത പേരതാണ്. ആ സ്ഥാനത്തുനിന്ന് ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി എന്ന് പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ തുടങ്ങിയോ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന പദവി അന്ന് മുതൽ നഷ്ടപ്പെടാൻ തുടങ്ങി. അതാണ് ട്രംപിനെ പോലുള്ളവർ പറഞ്ഞ് വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാം, ഞാൻ വരച്ചിടത്ത് ഇന്ത്യയെ നിർത്തി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ആരും ഒരു രസകരമായ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അച്ഛൻ വരച്ച വരയിൽ അമ്മ നിൽക്കും. അച്ഛനത്ര ഉൽപ്പന്നമാണ്, പക്ഷേ എവിടെ വരയ്ക്കണമെന്ന് അമ്മ തീരുമാനിക്കും. അതാണ് അവസ്ഥ. നമ്മൾ ട്രംപിനെ വരച്ച വരയിൽ നിർത്തി, പക്ഷേ വരച്ചത് ട്രംപാണ്. നെഹ്റുവിൻ്റെ കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രം, അന്ന് ട്രംപിനെ പോലല്ല, കെന്നഡിയെ പോലുള്ള
ഉന്നതന്മാർ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇന്ത്യയുടെ മുകളിൽ കുതിര കയറാനുള്ള ധൈര്യം ഒരു രാഷ്ട്രത്തിനും ഇല്ലായിരുന്നു. കാരണം ഈ നെഹ്റുവിൻ്റെ നയവും നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇന്ത്യ പിന്നോക്കം പോയി. ഇതാരും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളൊക്കെ ഫേസ്ബുക്കിലും പത്രത്തിലും ഒക്കെ കാണുന്ന ഇന്ത്യ ഏതാണ്ട് അങ്ങ് വളരെ ഉയരത്തിൽ നിൽക്കുന്നു എന്നാണ്. സമ്പത്ത് മാത്രമല്ല, നയത്തിൽ വിഷയമുണ്ട്, രാഷ്ട്രങ്ങളുമായി ഇടപെടൽ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇന്ത്യയെ നയതന്ത്ര രംഗത്ത് നിന്നും പിന്നോട്ടടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഈ സൈബർ പോരാളികളൊക്കെ കൂടെ നമ്മളെ മറ്റൊരു ലോകത്ത് കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ കേരളത്തിലേക്ക് വന്നാലോ, കേരളത്തിലേക്ക് വന്ന സ്ഥിതി മെച്ചമാണോ? കേരളത്തിൽ ആദ്യമായി 1957 59 ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആരെ അനുകൂലിക്കുന്നുവോ അന്നത്തെ ആളുകൾ വിളിച്ചതാണ് ഓരോരുത്തരുടെയും ജാതി പറഞ്ഞുള്ള മുദ്രാവാക്യം. അക്ക വിക്ക നമ്പൂരി എന്ന് EMS, ചോവത്തി എന്ന് ഗൗരിയമ്മയെ, ചാത്തമ്പുലേനെ പൂട്ടാൻ പോകാൻ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ അന്ന് കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടി ജാതിയും മതവും വർഗവും വർണ്ണവും കഴിഞ്ഞ് പോരാടിയ ജനങ്ങൾ ആദ്യമായി മതത്തിൻ്റെയും ജാതിയുടെയും, പ്രത്യേകിച്ച് ജാതിയുടെ പേരിലുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയതാ അവിടെ നിന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ജാതികളെയും PDP, കോൺഗ്രസ് പറയുന്ന എന്താണ്? PDP എന്ന് പറയുന്ന വർഗീയ കക്ഷിയാണ്. പക്ഷെ ഈ PDP കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് അത് വർഗീയ പാർട്ടിയാണ്. SDPIക്കാരൻ്റെ പ്രസ്താവന ഒന്നുണ്ട്, ഞങ്ങൾ ഇരുമുന്നണികളെയും സഹായിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി പറയുന്നു ഞങ്ങൾ ഇരുമുന്നണികളെയും സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നു ഞങ്ങൾ മതഭീകരതയ്ക്ക് എതിരാണ്, മതത്തിനെതിരാണ്, മതേതരത്വ പാർട്ടി അല്ല എന്ന് പറയുന്ന ഏതെങ്കിലും പാർട്ടിയുണ്ട്? മുസ്ലിം ലീഗ് വരെ പറയുന്നത് ഞങ്ങൾ മതേതരത്വ പാർട്ടിയാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇത് ഞാൻ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരാശയം പറഞ്ഞുകൊണ്ട് 10 ആളുകളെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നമുക്ക് വിളിച്ചു കൂട്ടാൻ കഴിയില്ല. നമ്മളൊക്കെ കൂടുമായിരിക്കും, ഒരു 10 പുതിയ ആളുകളെ കൊണ്ടുവരാൻ നിങ്ങളോ ഞാനോ വിചാരിച്ചതെന്ന് കഴിയില്ല. പക്ഷേ നിങ്ങളുടെ ജാതി പറഞ്ഞു വിളിച്ചു നോക്കൂ, 100, 200, 300, 500 ആളുകളെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മതം പറഞ്ഞു വിളിച്ചു നോക്കൂ, ആളെ കിട്ടും. പക്ഷേ അതാണ് ആശയത്തിൻ്റെ പിറകെ പോകാനുള്ള ആളില്ല. മറിച്ച് നമുക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പുറകെ പോകാൻ വളരെ ഇഷ്ടമാണ്. ഒന്നുകൂടി പറയാം, നമ്മളിവിടെ വളരെ ഘോരം പ്രസംഗിക്കുന്നതാണ് നവോത്ഥാന കാലഘട്ടം, ഇല്ലേ? നവോത്ഥാന കാലഘട്ടം നമ്മൾ ആദ്യം പറയുന്നതാണ് അയ്യാ വൈകുണ്ഠർ, ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരു, അയ്യങ്കാളി. മിക്കവാറും അവിടെ തീരും 4 പേര്. എനിക്ക് പരാതിയൊന്നുമില്ല, അവരാരെയും കുറിച്ച് എനിക്ക് പരാതിയില്ല. പക്ഷേ നമ്മളൊക്കെ ഏകദേശം മധ്യവയസ്ക കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടന്നവരാണ്, ഞാനടക്കം. ഒരു 10 കൊല്ലത്തിന് മുമ്പ് അയ്യാ വൈകുണ്ഠരെ ആരെങ്കിലും കേട്ടിരുന്നോ? വൈകുണ്ഠസ്വാമികളെ ആരെങ്കിലും കേട്ടിരുന്നോ? പത്രത്തിൽ വാർത്ത വന്നിരുന്നോ? ഇല്ല. എന്താ? ആ അയ്യാ വൈകുണ്ഠർ 1-ാം സ്ഥാനത്താണ്. കാരണം എന്താണ്? അയ്യാ വൈകുണ്ഠർ ജനിച്ച ജാതി അന്ന് വോട്ട് ബാങ്കായി മാറിയിരുന്നില്ല. അയ്യാ വൈകുണ്ഠരുടെ പേരിൽ ഒരു സംഘടന ഉണ്ടാവുകയും അദ്ദേഹം ജനിച്ച ജാതിയിലെ ആളുകൾ വോട്ട് ബാങ്കായി മാറുകയും തിരുവനന്തപുരം ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങൾ അവരൊരു നിർണായക ശക്തിയായി മാറുകയും ചെയ്തപ്പോൾ അവരെ കൂട്ടുപിടിക്കേണ്ടി വന്നു. അയ്യാ വൈകുണ്ഠരെ ഉയർത്തേണ്ടി വന്നു. അയ്യാ വൈകുണ്ഠരെ കൊണ്ടു നടക്കും. ഈ അയ്യാ വൈകുണ്ഠർ സമകാലികനായ മറ്റൊരാളുണ്ട്, നമ്മളത് പറയാതെ പോകാൻ പറ്റില്ല. തൈക്കാട് അയ്യാ ഗുരു. അദ്ദേഹം അവിടെ ശവപ്പറമ്പിൽ അവിടെ ഒരു കൊച്ചു കോവിലുമായി കെട്ടി അതിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ അയ്യാ വൈകുണ്ഠർ പേട്ടയിൽ രാമൻപിള്ള ആശാനുമായി ചേർന്ന് 1885, അതായത് SNDP ഉണ്ടാകുന്നതിന് 3 കൊല്ലം മുമ്പ് പേട്ടയിൽ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പേര് ജ്ഞാനപ്രജാകരം സഭ എന്നാണ്. ഈ ജ്ഞാനപ്രജാകരം സഭയിലെ സ്ഥിര അധ്യക്ഷൻ ഈ തൈക്കാടയ്യാവ. അവിടുത്തെ പ്രാസംഗരിൽ പ്രമുഖൻ സുന്ദരംപിള്ളയാണ്.
നമ്മുടെ തിരുവിതാംകൂർ ആർക്കിയോളജിയിലെ ഓണററി ഡയറക്ടറായിരുന്ന ആദ്യത്തെ ഡയറക്ടറായിരുന്ന പ്രൊഫസർ സുന്ദരംപിള്ള. അവിടുത്തെ കേൾവിക്കാരാണ് വലിയ കൗതുകകരം. നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഡോക്ടർ പൽപ്പുവിൻ്റെ പുരസ്കർത്താവായ ഫാദർ ഫെർണാണ്ടസ്, മക്കടി ലബ്ബ, തക്കല പീര് മുഹമ്മദ് തുടങ്ങിയ ഒരു വലിയ പട്ടികയിലുണ്ട്. ഒരു 1960 അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആദ്യം ഇറങ്ങുന്നത്. അതിനകത്തുണ്ട്. ഇത്രയും ആളുകളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയം അദ്വൈതമാണ്. ആ വേദാന്തത്തിനോടൊക്കെ നമുക്കൊരു പക്ഷേ വിയോജിപ്പുണ്ടാകും. പക്ഷേ ആദ്യകാലത്തെ ഒരു 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 ഈ അദ്വൈതത്തിൻ്റെ അവസാനം വരുന്നത് നിരീശ്വരവാദമാണ്. ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള നിലയിലേക്ക് അത് മാറുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അത് വിശിഷ്ടാദ്വൈതം എന്നുള്ളതിലേക്കൊക്കെ അത് മാറുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പം ഈ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഒരു കളരിയായിരുന്നു അത്. ഈ കളരിയാശാനായ അയ്യാഗുരു എന്തുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് നവോത്ഥാന പട്ടികയിൽ ഇടം പിടിക്കാതെ പോയത്? കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സവർണ ജാതിക്കാരനും അമ്മ ഒരവർണ ജാതിക, അതായത് 2 ജാതിയിലാണ് അദ്ദേഹത്തിൻ്റെ പിതൃത്വവും അദ്ദേഹത്തിൻ്റെ മാതൃത്വവും കിടക്കുന്നത്. അതുകൊണ്ടൊരു പ്രത്യേക ജാതിയിലേക്ക് അദ്ദേഹത്തിനെ തളയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട. ഞാൻ അയ്യാഗുരുവിൻ്റെ ഭക്തനൊന്നും അല്ല കേട്ടോ. പക്ഷെ സംഭവിച്ചത് ഇതാണ്. അപ്പം എങ്ങനെയാണ് നവോത്ഥാനത്തിനെ നമ്മൾ മാറ്റിമറിക്കുന്നത്? അപ്പം ഇവിടെയെല്ലാം ജാതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിലുള്ള. നമ്മൾ വളരെ പുരോഗമനവാദികളാണ്. നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് കേരളം. ഇവിടെ ഉള്ളവരെ ജാതി മത വർഗ വർണ്ണ ചിന്തയ്ക്ക് അതീതമായി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ജാതിയില്ലാതെ പള്ളിക്കൂടത്തിൽ ചേർത്തവരാരുണ്ട്? കുട്ടികളെ 4-5 പേര്. ഒരുപക്ഷെ ഒരു ജില്ലയിൽ 5-10 പുതിയ ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലുള്ളൂ. പഴയ കാലത്ത് എൻ്റെ കാലത്തൊക്കെ എൻ്റെയൊക്കെ ജാതി പറഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. പേരിൻ്റെ കൂടെ പോലും എൻ്റെ ജാതി ചേർത്ത്. ആ ഒരു കാലഘട്ടം. പക്ഷെ അതിൽ നമ്മൾ ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോഴാണ് ഫേസ്ബുക്കിലെ മറ്റൊരു പോസ്റ്റ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. പറഞ്ഞു ഇതാണ്, നമ്മുടെ പഴയ സിനിമാ നടികൾ ശാരദ, ഷീല, ജയഭാരതി തുടങ്ങിയവർ. ഇന്നത്തെ സിനിമാ നടികൾ ആരൊക്കെയാണ്? മഞ്ജു വാര്യർ, ബിന്ദു പണിക്കർ, ശോഭാ വാര്യർ തുടങ്ങിയ ജാതിപ്പേരുള്ള സിനിമാ നടികളും നടന്മാരെയും നമ്മൾ കാണും. സാംസ്കാരിക രംഗം വരെ ജാതി കൈയടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയക്കാരൻ പിന്നെ മാറി നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും, പൊതുപ്രസ്ഥാനമെന്ന് പറയുന്ന എല്ലാ എണ്ണത്തിനെയും, മതേതരത്വം പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാ ആളുകളെയും, ഞാനൊരു ഒരു ഈ പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യലിസ്റ്റായിട്ടല്ല സംസാരിക്കുന്നത്, പക്ഷേ അനുഭവം കൊണ്ട് പറയട്ടെ, എല്ലാവരുടെ സംഘടനയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ജാതി അടിസ്ഥിതമാണ്. മതം എന്നുള്ളതിനേക്കാളേറെ ഒരുപക്ഷെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ജാതിയാണ് എങ്കിൽ കൊല്ലം കഴിഞ്ഞ് പത്തനംതിട്ടയ്ക്കപ്പുറം എല്ലാം മതമായി മാറിയിരിക്കുന്ന ഒരു കാലമുണ്ട്. ഇതിനെതിരെയൊക്കെ വർത്തമാനം പറയാൻ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, എപ്പോഴും അങ്ങനെ നമ്മളൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങളായി തുടരാനെങ്കിലും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. വിശദമായ ചർച്ചയിലേക്ക് എന്നെക്കാളേറെ ശേഷിയും ക്ഷേമുഷിയും ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ പരിമിതമായ അറിവിൽ എൻ്റെ ഓർമ്മയിലുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചത്. ബാക്കി ഇനി വർത്തമാനത്ത് നോക്കാം, അങ്ങോട്ടേക്കൊരു ചർച്ചയാകാം. അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് വളരെ രസകരമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞത് നമുക്കാർക്കും ഒരു 100 പേരെ കൂട്ടാൻ നമുക്ക് കഴിയില്ല. ഒരു പ്രസംഗ പരിപാടിക്ക് 100 പേരെ കൂട്ടാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഒരു ജാതിയുടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 1000-കണക്കിന് ആളുകളെ കൂട്ടാൻ പറ്റും. ഒരു വിഭാഗീയതയുടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 1000-കണക്കിന്. അത് വളരെ സാറ് പറഞ്ഞത് വളരെ സത്യമാണ്, പരമായ സത്യമാണ്. മറ്റൊന്ന് സാറ് പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത്, ഈ സിനിമയിലെ ജാതി പേരുകൾ, സിനിമയിലല്ല ഈ പല ആളുകളുടെയും ജാതി പേരുകൾ ഒരു 70 കാലഘട്ടത്തിൽ 60 കാലഘട്ടത്തിലൊന്നും ഇല്ലാത്തത് ഇപ്പോൾ അത് പൊന്തി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നമ്മളെങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഡിറക്ഷൻ എങ്ങനെയാണെന്ന് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. പക്ഷേ ഇതിന് ഒരു കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് പറയാൻ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു ജാതി പേരുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ജാതി പേരിടുന്ന നാണക്കേടായിട്ടാണ് അവിടെ കാണുന്നത്. അയ്യർ എന്നുള്ള പേര് പോലും അവർ ആ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ ഇടുന്നില്ല. അവരിടുന്നത് എപ്പോഴാണെന്നറിയാം? അവർ ബോംബെയിൽ ജീവിക്കുമ്പോഴാണ് ഇടുന്നത്.
തമിഴ്നാട്ടിൽ ഒരാൾ പോലും ജാതി പേരുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ശക്തിമത്തമായ ഒരു അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നു, ഇത്തരത്തിൽ നടന്നിരിക്കുന്നു. അത് കുറച്ചെങ്കിലും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് നമുക്കിത് കാണാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, എനിക്ക് ഇത് നമ്മുടെ ചർച്ചയുടെ ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനെന്താ ഒരു ദൈർഘ്യമായിട്ടുള്ള ഒന്നിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ചർച്ച ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ പറ്റിയാണ്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്നാണ് വളരെ അപകടം പിടിച്ച ഒരു സബ്ജക്റ്റാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മളിത് ജാതീയതയിൽ മാത്രമല്ല അതിന് ബേസ് ചെയ്യേണ്ടത്. നമ്മുടെ ചർച്ച ജാതിയിലും മറ്റു കാര്യത്തിലും മറ്റ് പലതരത്തിലുള്ള വികസനത്തിൽ പോലും തറ പറ്റിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് ഈ രാഷ്ട്രീയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളത്. കാരണം അതിന് വികസനത്തിന് പാടെ പരാജയപ്പെടുത്താൻ കഴിയും. ഒരു ജാതിയിലൂന്നിയ ഒരു സമൂഹം അല്ലെങ്കിൽ വിഭാഗീയതയിലുള്ള സമൂഹത്തിന് മറ്റൊന്നും ദഹിക്കാതെ വരികയും അവരുടെ സാമ്പത്തികവും സാമൂഹ്യവും ബൗദ്ധികവുമായ നിലവാരത്തിൽ അവർ വളരെയധികം പിന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഭീതിതമായ അവസ്ഥ ഇത് സൃഷ്ടിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിതിനെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെഫിനേഷനാണ്. അത് ഞാൻ വായിക്കാം. അത് ഇംഗ്ലീഷാണ് ഞാൻ വായിക്കുന്നത്. അത് ഈ ചർച്ചയ്ക്ക് ഇനി തുറന്ന് സംസാരിക്കുന്നവർക്ക് ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ അതിനൊന്ന് ആങ്കറിങ്ങിനോ വേണ്ടി സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് ഡെഫിനിഷൻ ഞാനൊന്ന് വായിക്കാം. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് refers to a political strategy in which parties or politicians target specific groups such as castes, religions, regions or communities with the intention of securing their votes in elections. Instead of focusing on broad development or policy issues, the emphasis is placed on appealing to the narrow interests, emotions or identities of these groups. ഇനി അടുത്തതിൻ്റെ കീ ഫീച്ചേഴ്സ് ഓഫ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. ഐഡൻറ്റിറ്റി ബേസ്ഡ് ടാർഗറ്റിംഗ്. റിലിജൻ ആവാം, കാസ്റ്റ് ആവാം, ലാംഗ്വേജ് ആവാം, എത്നിസിറ്റി ആവാം. പ്രോമിസസ് ഓർ ബെനിഫിറ്റ്സ് എയിംഡ് അറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്സ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു ഗ്രൂപ്പിന് മാത്രം എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്യുക. ഇനി അടുത്തത് നെഗ്ലക്റ്റ് ഓഫ് ബോർഡർ ഇഷ്യൂസ് ലൈക്ക് ഇക്കോണമി, എഡ്യൂക്കേഷൻ ഓർ ഇൻഫ്രാസ്ട്രക്ചർ. ഞാനിപ്പോൾ എൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഇഷ്യൂസിനെ കംപ്ലീറ്റ് പാടെ അവഗണിക്കുകയാണ്. ഒന്ന് മാത്രമാണ് മേലോട്ട് വരുന്നത്. അടുത്തത് ഷോർട്ട് ടേം ഇലക്ടോറൽ ഗെയിംസ് പ്രിയോറിറ്റൈസ്ഡ് ഓവർ ലോങ് ടേം നാഷണൽ ഇൻട്രസ്റ്റ്. അതും ഇതൊക്കെ ഇതിൻ്റെ അപകടകരമായിട്ടുള്ള വശമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ചർച്ച നമുക്ക് ഒരു സിക്സാഗിൽ പോകാം. ഇവിടെ നിന്ന് സംസാരിച്ചാണ് ഇങ്ങോട്ട് പോട്ടെ അങ്ങനെ പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ നമുക്കൊരു ജനാധിപത്യ ക്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റാനും പറ്റും. അപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ സാറിന് തന്നെ ഞാൻ കൊടുക്കുകയാണ്. എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ, അതായത് നുണ പറച്ചിൽ, ജാതി പറച്ചിൽ, ഈ ദേശത്തിൻ്റെ ഇതിൽ അങ്ങനെ ആ പല രീതിയിലും വോട്ട് ബാങ്ക്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ പറയുന്നത് ജോ ബൈഡൻ എത്രയോ മില്യൺസ് പാലസ്തീനർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് വൻ പ്രചരണമായിരുന്നു. ആ പ്രചരണം നടത്തി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ നുണപ്രചരണം നടത്തി അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് ആൾക്കാരെ വഴിതെറ്റിക്കാം. ഇത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിവേകമല്ല, ഇത് വികാരമാണ്. ആൾക്കാരുടെ വികാരം എങ്ങനെ ഉണർത്താൻ പറ്റും അതനുസരിച്ചാണ് ഒരു വിജയിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഒരു 5 or 10 പേരെന്നല്ല, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സൈസബിൾ മെജോറിറ്റി ആക്കിയാലേ. ഇപ്പോൾ തന്നെ പറയാം, കഴിഞ്ഞ ശബരിമല സീസണിൽ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ശബരിമലയില്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പിണറായി സർക്കാർ തയ്യാറായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അത്രയധികം ജനരോഷം വന്നു? അടുത്ത ഇലക്ഷനിൽ അവർ തോറ്റു. അപ്പോൾ അവർ ഇതെന്ന് വെച്ചാൽ എന്ത് ഇത് വന്നാലും ജനങ്ങവിരുദ്ധ ഇത് ഈ മതത്തെ തൊട്ടുള്ള കളി വേണ്ട എന്ന് ഞാൻ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ചിരിയെങ്കിലും മതത്തിന് വിരുദ്ധമായിട്ട് പെരുമാറുന്ന ആ പാർട്ടിയെ പോലും അതിൽ നിന്ന് പിൻവലിച്ചു. ശരിക്കും നമ്മളെപ്പോലെയുള്ള ആൾക്കാർ നമ്മുടെ എണ്ണം കൂട്ടുക, എണ്ണം ഏത് രീതിയിൽ കൂട്ടുക, നമ്മുടെ അതിന് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഓഫ്കോഴ്സ് പഴയ കാര്യങ്ങൾ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. പഴയ കാര്യങ്ങൾ അത് നമ്മൾ ഓർമ്മിക്കണം, എല്ലാവരും വ്യാപിക്കണം. ഒപ്പം തന്നെ
പുതിയ കാലത്തിലേക്കുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെ യങ്സ്റ്റേഴ്സിന് നമ്മൾ ഏറ്റവും കൂടുതൽ പിടിക്കേണ്ടത് നമ്മളെപ്പോലുള്ള വലിയ പ്രായമുള്ള ആൾക്കാരെയല്ല, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് 30 വയസ്സ് വരെ അവർക്ക് പഠിക്കണം, ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ വലിയ അത് കഴിഞ്ഞിട്ടൊരു 10-35 വയസ്സ് വരെ അവർ എൻഗേജ്ഡാണ്, കുട്ടികളുണ്ടായാലും അതുപോലെ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെക്നോ പാർക്ക്, സ്കൂളുകൾ അതുപോലുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഈ ഇതിലോട്ട് വരാൻ തയ്യാറുള്ള ഞാൻ തന്നെ കുറേ പേരുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങേറ്റം ഇപ്പോൾ ചാർട്ടർ അക്കൗണ്ട്സിൻ്റെ ഇടയിലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്നും രാവിലെ ഗണപതിയെ തൊട്ടിട്ട്, ഞാൻ ചാർട്ടർ അക്കൗണ്ട് ആണ്, എനിക്കറിയാവുന്ന മിക്ക ചാർട്ടർ അക്കൗണ്ട്സും ഗണപതിയുടെ ഇതിൽ തൊട്ടിട്ട് കണ്ണ് ഇട്ടിട്ടാണ് നേരെ ഓഫീസിലോട്ട് പോകുന്നത്, അതിൽ പഠിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരു 4-5 പേര് വേറെ ഗ്രൂപ്പിലാണ്, അവർക്ക് ദൈവവിശ്വാസം ഇല്ല, അവർ പഠിക്കുന്ന കാലത്തൊട്ടേ ദൈവവിശ്വാസമില്ല. അപ്പോൾ ഇതുപോലുള്ള ഹിഡനായിട്ട് നമുക്കറിയാത്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ച് അവരെ കൊണ്ടുവന്ന് നമ്മളൊരു നല്ല സ്ട്രോങ് ഫോഴ്സ് ആയി കഴിഞ്ഞാലേ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ് കഴിയണം. ഏറ്റവും വേണ്ട നമുക്ക് അധികാരം വേണ്ട, നമുക്ക് അധികാരം ഉള്ളപ്പോഴാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പിറകെ പോകുന്നത്. നമ്മൾ അധികാരം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രചരണവും വർദ്ധിപ്പിക്കണം. അത് ഏത് രീതിയിലാണെന്ന്, അത് ഏത് പ്ലാറ്റ്ഫോമിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന് വേണം കൂടുതൽ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും അത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, അതും വേണം. ഒപ്പം തന്നെ പുതിയ നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോകണം, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഒരു നവോത്ഥാന കാലത്തെ പറ്റി ഒത്തിരി പാഷനേറ്റായിട്ട് വളർന്നു വന്നൊരു തലമുറയാണ്. ഞാനും ഒരു 7ാം ക്ലാസ്സിൽ വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ്. അപ്പോൾ എൻ്റെ അമ്മാച്ചൻ പള്ളിയിൽ പ്രസംഗിക്കാൻ വേണ്ടി എറ്റിക്കോവിൻ്റെ ബുക്കുകളൊക്കെ എടുത്തു വെക്കാറുണ്ട്. കാരണം എങ്ങനെ നിരീശ്വരവാദത്തെ നേരിടാമെന്ന് പഠിക്കുന്നത്, ആ ബുക്കുകളെല്ലാം വായിച്ച് വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ 7ാം ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി ഈ കാണുന്ന ഇതെല്ലാം തട്ടിപ്പാണ്. ആ ഒരു വളർച്ച ഞാനിങ്ങോട്ട് കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെയൊക്കെ മക്കളുടെ കാലം വരുമ്പോഴത്തേന് മതവും ജാതിയൊന്നും ഉണ്ടാവില്ല, എത്ര സുന്ദരമായ ഒരു കാലത്തോട്ടാണ് നമ്മൾ പോകുന്നതെന്നാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ചുറ്റിനും നോക്കിയാൽ എനിക്ക് വളരെ അതിശയകരമായിട്ട് തോന്നും മതത്തിൻ്റെ പ്രാധാന്യം, ജാതിയുടെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്രസി നമുക്ക് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ശക്തമായ ഒരു ടൂളാണെന്ന് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും ഏതൊക്കെ കൂട്ടായ്മകളിലും ഇത് പറഞ്ഞ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് അധികാരത്തിലേറുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ രാഷ്ട്രീയം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അടുത്ത തലമുറയെ എന്തെങ്കിലും വെളിച്ചം കാണിക്കാൻ സാധിക്കുന്നതെന്നുള്ള ആഗ്രഹത്തോടുകൂടി വാക്കുകൾ ചുരുക്കുന്നു. പണ്ടുള്ളവർ ജാതി പറഞ്ഞില്ലെങ്കിൽ ഹലോ 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 കേൾക്കാമോ സാറേ? മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ബഹുഭൂരിപക്ഷവും വേർപെട്ട് കഴിഞ്ഞു. അതൊരു യാഥാർത്ഥ്യമായി സമൂഹത്തിൽ തീർന്നിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് ഇതൊരു വലിയൊരു വിഷയമാണ്. അതേ തരത്തും പറയുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും
വർഗീയതയെ കൂട്ടുപിടിച്ച് ആ വർഗീയ വോട്ട് ബാങ്കിൻ്റെ പിൻബലത്തോടെ ജയിക്കാനല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല എന്നൊരു ആത്മവിശ്വാസം, കഴിയില്ല എന്നൊരു തീരുമാനത്തിലും ചിന്തയിലും ആണ് അവരെത്തിയിട്ടുള്ളത്. ഇടതുപക്ഷം തന്നെ അടുത്ത കാലത്ത് വരെ SDP അവരുടെ കൂടെയായിരുന്നു, ഇപ്പോൾ വലതുപക്ഷത്തിൻ്റെ കൂടെ പോയി. PDP അവരുടെ കൂടെയാണ്. സമസ്തയിൽ 2 ഗ്രൂപ്പുകളുണ്ട്, അതിലൊരു ഗ്രൂപ്പ് ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഹിന്ദു മഹാസഭ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഹിന്ദു മഹാസഭയുടെ ചോദ്യം വന്നപ്പോഴാണ് ഗോവിന്ദൻ CPM ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത്, നേരത്തെയും ഞങ്ങൾ RSSുമായി സഹകരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയേണ്ടി വന്നത്. ആ വിധത്തിൽ രാഷ്ട്രീയ പാർട്ടിയിലൂടെ ഇന്ന് മാറ്റമുണ്ടാവും. ആ മാറ്റം, ഈ സാമൂഹിക മാറ്റം ഉണ്ടാക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പിറകിലാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിന് എങ്ങനെ നേരിടാം? ആ വിധത്തിലെ ഈ സമൂഹം വേർതിരിഞ്ഞു പോയി. ആ വേർതിരിഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യബോധമാണ് നമുക്ക് വേണ്ടത്. എനിക്കിതിനെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട്. മറ്റൊരു കാര്യം, അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് നിയമസഭ പോലും പാസ്സാക്കിയിട്ടില്ല. അത് പാസ്സാക്കേണ്ടതില്ല, ഞങ്ങൾ പാസ്സാക്കുന്നില്ല എന്നാണ് ഇടതുപക്ഷം പറഞ്ഞത്. ഗവർണറും പ്രസിഡൻറ്റും ഒക്കെ അവിടെ എത്തി തിരിച്ചു വന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നിയമസഭ പോലും ആ ബില്ല് പാസ്സാക്കിയിട്ടില്ല. ആ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് ചങ്കൂറ്റത്തോട് സമൂഹത്ത് പറയുന്ന ഒരു ഇടതുപക്ഷത്തെയാണ് നമ്മളിന്ന് കാണുന്നത്. ശരിക്കും രാഷ്ട്രീയക്കാർ വോട്ട് ബാങ്കാക്കുന്നത് പലരും അഭിപ്രായപ്പെട്ട പോലെ തന്നെ ജാതിയെയും മതത്തെയും എടുത്തുകൊണ്ടാണ്. അതാണ് അവർ ആയുധമാക്കുന്നത്. 60കളിലും 70കളിലും 1980കളിലും നമ്മൾ വിചാരിച്ചു തീർച്ചയായിട്ടും നെഹ്റുവിയൻ ഐഡിയാസ് പോലെ, അതായത് നമ്മൾ മതേതരമായും ജാതികളുടെ ഇഫക്റ്റ് കുറച്ചും, ഈവൻ മതങ്ങളുടെ പോലും ഇഫക്റ്റ് കുറച്ചും നമ്മൾ മുന്നേറുകയാണെന്നൊക്കെ നമ്മൾ കരുതി. പക്ഷെ അതല്ല പിന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. അന്നും ജാതി അല്ലെങ്കിൽ മതപ്രീണനം രാഷ്ട്രീയ കക്ഷികളുണ്ടായിരുന്നു, പക്ഷേ ഇത്രമാത്രം ശക്തമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എനിക്ക് മിക്കവരും എന്നോട് യോജിക്കുന്നത്. പക്ഷേ 90കൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 2000-ന് ശേഷം നമ്മൾ കാണുന്നത് കൂടുതൽ ജാതീയപരമായും വർഗീയപരമായും മതപരമായും ഈ ബാങ്കുകൾ ഉണ്ടാക്കുക. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ അത്തരം ബാങ്കുകൾ ഉണ്ടാക്കി. അത് ബാങ്ക് ഞാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റുകളെ പോലെ കൂട്ടത്തിന്, ഏത് കൂട്ടത്തിനാണ്? ഇപ്പോൾ ഒരു ബിഷപ്പ് പറയുകയാണെങ്കിൽ ഉടനടി വിചാരിക്കും ആ ബിഷപ്പിൻ്റെ ഏത് ക്രിസ്ത്യൻ സഭയാണ്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ അല്ലെ മതത്തിലെ ഒരു പ്രത്യേക പുരോഹിതൻ പറഞ്ഞാൽ അയാളെ പിന്തുടരുന്ന എത്ര പേരുണ്ട്, അപ്പോൾ അവരുടെ സംഘടിത രൂപത്തിലുള്ള വോട്ട് നമുക്ക് കിട്ടും. ഈ ചിന്ത വളരെ പ്രബലമായിരിക്കുകയാണ്. അതാണ് നമ്മുടെ സത്യമായി രാഷ്ട്രീയമായി ഒരു അരാജക സിറ്റുവേഷനിലേക്ക് ഇന്ന് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഭൂരിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ഭൂരിപക്ഷമുള്ളത് ഹിന്ദുക്കളാണ്. ഭൂരിപക്ഷത്തിൻ്റെ പ്രീണനം നടത്തി അതുകൂടെ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള ഭൂരിപക്ഷ പാർട്ടി ആണെങ്കിൽ BJP, നമുക്ക് തുറന്നു പറയാം BJPയുടെ ശ്രമവും BJPക്ക് സപ്പോർട്ടുള്ള മറ്റ് സംഘപരിവാർ ഗ്രൂപ്പും അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ചിത്രം വളരെ ദയനീയമാണ്. അതായത് ഓരോ ഗ്രൂപ്പുകളും അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്, അല്ലെങ്കിൽ ശക്തി കാണിക്കാനുള്ള പ്രകടനത്തിലാണ്. അതിനെ വിലയിരുത്തി രാഷ്ട്രീയ പാർട്ടികൾ ഏത് സമയത്തും ചാടും. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ എന്താണ് സത്യം പറഞ്ഞപ്പോൾ പണ്ടൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റിൽ കുറേ വിശ്വസിച്ചിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് കുറച്ചുകൂടി റിഫോർമേറ്റീവാണ്, അവർ മത ജാതി ചിന്തകളില്ലാത്തതാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് അതൊന്നുമില്ല. രാഷ്ട്രീയത്തിൻ്റെ പവറിനും അധികാരത്തിനും പണത്തിനും രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും അവരാശ്രയിക്കുന്നത് ശരിക്ക് വിഭാഗീയമായ, അത് മതത്തിലായിക്കോട്ടെ ജാതിയിലായിട്ടോ വിഭാഗീയമായ ചിന്താഗതിയാണ്. അതാണ് ഇന്ത്യയുടെ ദയനീയമായ അവസ്ഥ.
ഈ അവസ്ഥ എന്ന് മാറും, എങ്ങോട്ട് എന്നുള്ള ചോദ്യം നമ്മുടെ ചർച്ചാ വിഷയത്തിലുണ്ട്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എവിടെ ചെന്ന് എത്ര വരെ പോകും, എങ്ങോട്ട് പോകും, എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇന്ത്യയുടെ പ്രസൻറ്റ് ഇന്നത്തെ വർത്തമാന രാഷ്ട്രീയ സ്ഥിതി, പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ പരിതാപകരമായ നിലയിലാണെന്ന് എൻ്റെ സുഹൃത്തുക്കളെ, നമ്മളിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ബഹുഭൂരിപക്ഷവും പ്രതീക്ഷിക്കുന്നത് ഒരു സുന്ദരമായ ഒരു ഇന്ത്യയെ പറ്റിയായിരിക്കാം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ അവസരം കിട്ടത്തക്ക ഒരു ഇന്ത്യയെ പറ്റിയായിരിക്കാം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നിൽക്കേണ്ട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓരോ ജാതി സെൻസസ് എടുക്കണം. ജാതി സെൻസസ് എടുത്തിട്ട് ഓരോ സമുദായവും എത്ര ശതമാനം ഉണ്ടെന്ന് കൃത്യമായിട്ടുള്ള കണക്കെടുത്തിട്ട് അവർക്കർഹിക്കുന്ന 100 വേക്കൻസി ഉണ്ടെങ്കിൽ ഓരോ സമുദായത്തിനും എത്ര ശതമാനം ഉണ്ട് ആ വേക്കൻസി അവന് കൊടുക്കുക. ഇപ്പം നിലവിലുള്ള സംവരണം എടുത്ത് മാറ്റുക. ഈ നിലവിലുള്ള സംവരണം EWS ആയിരുന്നാലും ശരി, ജാതി സംവരണമായിരുന്നാലും ശരി, മൊത്തം എടുത്ത് കളയുക. എന്നിട്ട് ഓരോ സമുദായം, ഇപ്പം മുസ്ലിം സമുദായം കേരളത്തിൽ 25% ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവന് 25% വേക്കൻസി അവന് കൊടുത്തൂടെ? അവൻ്റെ സമുദായത്തിലുള്ള മിടുക്കന്മാരായിട്ടുള്ളത് ആ 25% പ്രാതിനിധ്യം അവന് കിട്ടും. അതേസമയം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്ന 10% അവരുള്ളതെന്ന് വയ്ക്കുക, കൃത്യമായിട്ടും 10% പേര് അവിടെ വരില്ലേ? ഇപ്പോൾ ദേവസ്വം ബോർഡ് നമ്മളെടുക്കുക. ദേവസ്വം ബോർഡിൽ 90% ഒരു അഫ്ലുവൻറ്റ് സൊസൈറ്റിയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. 96%. അവിടെ എത്ര ശതമാനം ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്? എത്ര OBC-കാരുണ്ട്? ഇതൊക്കെ നമ്മൾ തിരക്കാറുണ്ടോ? അപ്പോൾ അവരും ഒരു ഹിന്ദുക്കളല്ലേ? അവരെ പറയുന്നത് ഹിന്ദുക്കളെന്നാണ് പറയുന്നത്. പക്ഷേ അവരും ആ സ്ഥാനത്ത് വരേണ്ട ആൾക്കാരല്ലേ? ദേവസ്വം ബോർഡിന് കോളേജുണ്ട്, സ്കൂളുണ്ട്, ബാക്കിയുള്ള പല പ്രസ്ഥാനങ്ങളും ക്ഷേത്രമല്ലാതെ തന്നെ ഉണ്ട്. ഈ സ്ഥാപനത്തിലൊന്നും സംവരണമില്ല. ഇപ്പോഴും 96% ഒരു ഭാഗമായിരിക്കുന്നത്. അത് മതിയോ? അതാണോ ശരി? ഈ സെൻസസ് എടുക്കണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തികൾക്ക് മാത്രമേ എതിർക്കാൻ പറ്റൂ. സത്യസന്ധമായിട്ടുള്ള, അതായത് ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു നെഞ്ച് കഫക്കെട്ടുമായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എക്സ്റേ എടുക്കാൻ പറയും. എക്സ്റേ എടുക്കാൻ പറയുന്നത് എന്തിനാണ്? എന്തുമാത്രം ഇൻറ്റൻസിറ്റി അവിടെ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അതിനാണ് സെൻസസ് എടുക്കുന്നത്. ആ സെൻസസ് എടുത്തിട്ട് അതനുസരിച്ച് അതാത് ആൾക്കാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഈ വോട്ട് ബാങ്കിൻ്റെ പുറകെ നടക്കുമോ? അപ്പോൾ SC STക്കോ OBCക്കോ അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടില്ല. ഇവിടെ വല്ല വഴക്കോ വയ്യാവലി ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. പത്മനാഭസ്വാമി ക്ഷേത്രം എടുക്കുക. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ട്, അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ഈ 2 ഭാഗത്തും OBC ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ദളിതിൻ്റെ പ്രാതിനിധ്യമില്ല. ആരെങ്കിലും ചോദിക്കുമോ? വിപ്ലവം പറയുന്ന ആരെങ്കിലും അത് പറയുമോ? ഇവിടെ 10% വരുന്ന SC STയും മറ്റേ ആദിവാസികളും ഉണ്ട്. 10%-ഓളം പുറത്തോട്ട് വരും. എത്ര മന്ത്രിയുണ്ട്? ഒരു ട്രൈബൽസിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ മന്ത്രിയില്ല. അതേസമയം വേറെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം 9 മന്ത്രി, ഒരു ചീഫ് വിപ്പ്, ഒരു ഓപ്പോസിഷൻ ലീഡർ, 11 പേരുണ്ട്. 4 സവർണ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ എത്ര പേരായി? 14 പേരായില്ലേ ഒരു ക്യാബിനറ്റിനകത്ത്? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. 80% ആളുകളെ വോട്ട് വാങ്ങിച്ച് ചിഹ്നത്തിൽ കുത്തുന്ന ആൾക്കാരാണ് കൂടുതൽ. ഈ ചിഹ്നത്തിൽ കുത്തി 80% ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ നിന്ന് X or Y ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും അധികാരത്തിലെ ചെങ്കോല് കയ്യിൽ വരുമ്പോഴത്തേക്ക് വേറെ ആൾക്കാരാണ് ഭരിക്കാൻ വരുന്നത്. യുവന്മാർ വെള്ളം കോര മാത്രം പറക്കേന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതേസമയം സുപ്രീം കോടതി വിധിയുണ്ട്. സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കണം എന്താണ്? ടെമ്പററി ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിൽ അത് എടുക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആയിരിക്കണം. അല്ലാതെ പിൻവാതിൽ നിയമനം വഴി സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും കൊടുക്കാനുള്ള പരിപാടിയല്ല അത്. 9.5 ലക്ഷം സർക്കാർ ഖജനാവിലെ പണം ചിലവാക്കി. PSC അന്ന് 5.5 ലക്ഷമാണ്. ഇത് വന്നിട്ട് 9, അവിടെ മാത്രമേ ഇത് റിസർവേഷൻ നടപ്പാവുന്നുള്ളൂ.
ഈ 9.5 ലക്ഷത്തിൽ ഈ എയ്ഡഡ് മേഖല, അവിടെ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. എയ്ഡഡ് മേഖല, പിന്നെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സൊസൈറ്റീസ്, ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട്. അവിടെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ മണിയാണ് അവിടെ ശമ്പളമായിട്ട് കൊടുക്കുന്നത്. ഈ ശമ്പളം പോകുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കുടുംബത്തിലേക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ എന്തുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് വഴി എടുക്കുകയാണെങ്കിൽ അവിടെ സംവരണം പാലിക്കണം. കുറച്ച് പേർക്കെങ്കിലും ഈ പിന്നെ പിന്നോക്ക ദളിത് വിഭാഗത്തിന് കുറച്ച് പേരെങ്കിലും അതിലേക്ക് കടന്നു വരാൻ പറ്റും. അതിവിടെ നടപ്പാക്കില്ല. കാരണം എന്താണ്? അവിടെ ഈ രാഷ്ട്രീയം കളിയാണ്. വേറെ EWSൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. EWS തമിഴ്നാട്ടിൽ വന്ന കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയപ്പോൾ പിന്നെ ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു, ഇവിടെ സവർണ വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമുണ്ട്, പ്രാതിനിധ്യത്തിൽ കൂടുതലുണ്ട്. അതേസമയം OBC ദളിതിന് പ്രാതിനിധ്യം കുറവാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പാക്കാൻ പറ്റത്തില്ല. വേറെ പല സ്റ്റേറ്റുകളും നടപ്പാക്കിയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ തീരുമാനം കൊണ്ടുവരുന്നതിന് മുമ്പ് CPM, CPI, കോൺഗ്രസ്, അവിടുത്തെ ഘടകകക്ഷികളാണ് ആശാൻ്റെ, ഇവരെ വിളിച്ച് കൺസെൻറ്റ് വാങ്ങി. ഇവർ പറഞ്ഞു ഇവിടെ നടപ്പാക്കണ്ട. ഇതേ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതും. ഇവിടെ ഓടി വന്ന് പിറ്റേന്ന് നടപ്പാക്കി, വിത്തിൻ നോ ടൈം. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടുത്തെ രാഷ്ട്രീയം വേറെ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വേറെ. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യം കിട്ടുന്നുണ്ട്. ഇവിടെ അതില്ല. കുറച്ച് വിഭാഗത്തിൽ മാത്രം ഓരോന്നും ജാതിപരമായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ കയ്യിലിരിപ്പുണ്ടായ നോട്ടിഫിക്കേഷനിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് 1 ലക്ഷം തൊഴിലവസരം നമ്മൾ തന്നിരിക്കുന്നു. പിന്നെ ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നു സർക്കാർ. ന്യൂനപക്ഷങ്ങൾ 1 ലക്ഷം തൊഴിലവസരങ്ങൾ. ഈ 1 ലക്ഷം തൊഴിലവസരം വരുമ്പോഴത്തേക്ക് 10% വരുന്ന ദളിതന് അത് കിട്ടണ്ടേ? അവൻ്റെ 10,000 കുട്ടികളാണ് വെളിയിലാവുന്നത്. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല, സർക്കാരിൻ്റെ ശമ്പളം കൊടുത്ത് വരുന്ന പിന്നെ സാഹചര്യങ്ങളാണ്. അപ്പോൾ അതേ കണക്ക് തന്നെ വേറെയും ഹിന്ദുക്കളിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവർക്കൊക്കെ പിന്നെ ഇതിന് യോഗ്യതയില്ലേ? പിന്നെ വേറൊന്ന്, പിന്നെ സിവിൽ സർവീസ് അക്കാഡമിയുണ്ട്. സിവിൽ സർവീസ് അക്കാഡമിയിൽ 50% സീറ്റ് മുസ്ലിംസിന് റിസർവ് ചെയ്തിരിക്കുന്നു. 50%. ബാക്കി 20% SC/STക്ക് വേണ്ടി. ബാക്കിയുള്ള ഹിന്ദുക്കളും മറ്റുള്ള വിഭാഗങ്ങൾക്കും എല്ലാവർക്കും കൂടെ ചേർന്ന് ബാക്കിയുള്ള 30% ഉണ്ടാവും. പക്ഷേ ഈ 30% ആൾക്കാർ ഇവർക്ക് ആദ്യം പറഞ്ഞ ആൾക്കാർക്ക് ഫീസ് കൊടുക്കണ്ട, 10 പൈസ കൊടുക്കണ്ട. ബാക്കിയുള്ള ആൾക്കാർ 61,000 രൂപ ഫീസ് കൊടുത്ത് പഠിക്കണം. 61,000 രൂപ ഫീസ് കൊടുത്ത് പഠിക്കണം. ഇതേ അവസ്ഥയാണ് ഈ നൈപുണ്യ വികസനം എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റും കേരളവും കൂടെ നടപ്പാക്കുന്നത്. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിൽ ഈ റിസർവ് ചെയ്ത പോസ്റ്റിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരനോ ദളിതനോ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് റിസർവ്ഡ് പോസ്റ്റാണ്. അതേ കണക്ക് തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, കുമാരപിള്ള കമ്മീഷൻ, അദ്ദേഹത്തിൻ്റെ ഇത് പഴയ കാലം തൊട്ടേ 1000 രൂപ സ്റ്റൈഫൻഡ് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുമായിരുന്നു, ഇല്ലേ? 1000 രൂപ വെച്ചൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് അത് 2000 രൂപ സവർണ വിഭാഗത്തിന് കിട്ടും. പിന്നെ ബാക്കി ബാക്കിയുള്ളവർക്ക് 1000 രൂപ. അങ്ങനെ ഓരോന്നും. പിന്നെ വേറൊന്നുണ്ട്, പിന്നെ മുസ്ലിം വനിതകൾക്ക്, വിധവകൾക്ക് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് സർക്കാർ. ബാക്കിയുള്ള മനുഷ്യർ വിധവകളല്ലേ? അപ്പം ഈ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതീയമായിട്ട് ആളിനെ തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ എച്ചിലെറിയണക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവനെ കയ്യിലെടുക്കുക. ബാക്കിയുള്ളവൻ പരമ്പരാഗതമായിട്ട് ചിഹ്നത്തിൽ കുത്തിക്കൊള്ളും. അതിന് യാതൊരു കുഴപ്പമില്ല. ഏത് പാർട്ടിയാച്ചാലും ഇടതോ വലതോ ആയിരുന്നാലും അവൻ ചിഹ്നത്തിൽ കുത്തിക്കൊള്ളും. ഇങ്ങനെയുള്ള നമുക്ക് കിട്ടാതെ വരുന്ന വോട്ടുകൾ ഏത് ഭാഗത്തുണ്ടോ അവർക്കൊക്കെ ചില പ്രീണനങ്ങൾ നടത്തി സർക്കാർ ഖജനാവിൽ കിടക്കുന്ന പൈസ അങ്ങോട്ട് അടിക്കുക. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ 1 ലിറ്റർ പെട്രോൾ X or Y ആരടിച്ചാലും പകുതി കൂടുതൽ ടാക്സ് കൊടുക്കണം. മദ്യം വാങ്ങിച്ച് കഴിച്ചാലും പകുതി കൂടുതൽ ടാക്സ് കൊടുക്കണം. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയും നമ്മൾ പകുതി കൂടുതൽ ടാക്സ് കൊടുക്കണം. ഇതെല്ലാം പൊതുജനങ്ങളുടെ ടാക്സിൻ്റെ പുറത്താണ് ഈ കളികൾ കളിക്കുന്നത്. എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യവും തുല്യ അവകാശവും അധികാരവും
കൊടുത്ത ഒരു സർക്കാരിന് മാത്രമേ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റെന്നോ അല്ലെങ്കിൽ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനോ പറ്റൂ. ലോകത്ത് ഇത് പിന്നെ മതപരമായിട്ടും ജാതീയമായിട്ടും ചിന്തിക്കാത്ത ലോകത്തുള്ള രാജ്യങ്ങൾ മാത്രമേ അന്തസ്സായിട്ടും സത്യസന്ധമായിട്ടും പിന്നെ സമാധാനത്തോടും നല്ല രീതിയിൽ ജീവിക്കുന്നുള്ളൂ. എല്ലാ മനുഷ്യനും തുല്യ പരിഗണന കൊടുക്കണം, എക്സ് ഓർ വൈ ആരായിരുന്നാലും. പറയുന്നതിന് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോടും പ്രീണനം കാണിക്കാതെയും ആരെയും അകറ്റി നിർത്താതെയുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇത് ചെയ്ത് വരേണ്ടത്. പക്ഷേ സാധാരണ മനുഷ്യൻ്റെ നേച്ചർ അനുസരിച്ച് അവർക്ക് ലാഭം ഉണ്ടെങ്കിലേ അവർ എന്തെങ്കിലും ചെയ്യുള്ളൂ. അവർ ഇങ്ങനത്തെ പ്രീണന രാഷ്ട്രീയത്തിൽ കൂടെയാണ് അവർക്ക് ഒന്നിൽ വോട്ട് അല്ലെങ്കിൽ കാശ് കിട്ടുന്നത്. അതുകൊണ്ട് അവർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉള്ളവരെ ഇവിടെ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് വരികയാണ്. ആരോ പറഞ്ഞു അന്ധവിശ്വാസവും അനാചാരവും നിരോധന ബില്ല് പാസ്സാക്കണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? പുരോഗമന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ ചിന്തകരും ബുദ്ധിജീവികളുമാണ് മന്ത്രിമാരോട്. എന്നിട്ടും അവർ പറയുകയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെറുക്കുന്നതിനുള്ള ബില്ല് അവർ. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രവാദത്തിലൂടെയൊക്കെ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ അവരെ പേര് കേസെടുക്കാൻ പാടില്ല. അത് ചെറുക്കാൻ പറ്റുമായിരുന്നു, ഇല്ലേ? കേസെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണ് അവർ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്? ആരായിരിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിഭാഗം നമ്മളെ മനസ്സിനകത്തുണ്ട്? ഏറ്റവും കൂടുതൽ മന്ത്രവാദങ്ങൾ എല്ലാ സമുദായത്തിലും ഉണ്ട്. ഹിന്ദു സമുദായത്തിലാണ് കൂടുതൽ, മുസ്ലിങ്ങളിലും ഉണ്ട്. അപ്പം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ 3 രീതിയിലാണത് ഫോം ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഈ ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാണ്. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന വോട്ട് ബാങ്കുകളുണ്ട്. ഇപ്പോൾ PKS, AKS, പിന്നെ ദളിത് മോർച്ച, ദളിത് കോൺഗ്രസ്, OBC ഈ വിങ്, ന്യൂനപക്ഷ സെല്ല്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ സൃഷ്ടിച്ചെടുക്കുന്ന വോട്ട് ബാങ്കുകളാണ്. അതിങ്ങനെ നിൽക്കും. അവർ ഈ വോട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ യാതൊരു ബെനിഫിറ്റ് ഇവർക്കില്ല, ഒന്നുമില്ല. സാർ നേരത്തെ പറഞ്ഞതുപോലെ എയ്ഡഡ് കോളേജുകളിലുള്ള മുഴുവൻ ശമ്പളവും കൃത്യമായിട്ട് കൃത്യസമയത്ത് എല്ലാ എയ്ഡുകളും കൃത്യമായിട്ട് കിട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ പട്ടികജാതി കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. 2 വർഷം 2 വർഷത്തിൽ 3 വർഷമായി ഇതുവരെ കൊടുത്തിട്ടില്ല. കുട്ടികളെല്ലാം ഹയർ സ്റ്റഡി എഡ്യൂക്കേഷനിലാണ്. എൻ്റെ മകൻ പഠിക്കുന്നു ILDML, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, MBA ചെയ്യുന്നു. അവന് ഫീസ് അടച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. റിസൾട്ട് വിത്തുകൾ ചെയ്യും. എയ്ഡഡ് സ്കൂളുകളിലോ കൃത്യമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ഈ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അടിമകളെപ്പോലെ തീമഴ പെയ്താലും വോട്ട് ചെയ്യാൻ പോകും. അതാണ് ആ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇടിയും മിന്നലും വന്ന് വോട്ടിംഗ് ദിവസം തീമഴ പെയ്താലും ഈ വിഭാഗം വോട്ട് ചെയ്യും. മറ്റുള്ളവരുടെ വീടുകൾ നിങ്ങൾ തിരക്കി നോക്കൂ. ചിലപ്പോൾ അച്ഛൻ പോയി വോട്ട് ചെയ്യും. മക്കൾ വോട്ട് ചെയ്യും. അച്ഛൻ ഭയങ്കര മഴ, എന്നാൽ നീ പോണ്ട. മറ്റവരങ്ങനല്ല. അവൻ്റെ വീട്ടിൽ നിന്ന് 100% ഈ വോട്ട് ബാങ്കുകളുടെ വോട്ട് എത്ര ബുദ്ധിമുട്ട് വന്നിരുന്നാലും 100% ആകുമ്പോൾ വോട്ട് ചെയ്തിരിക്കും. അത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ സൃഷ്ടിച്ചെടുക്കുന്ന വോട്ട് ബാങ്ക്. ഒരു സാമൂഹ്യ ഗ്രൂപ്പുകൾ, ജാതികൾ, ഈ 2 രീതിയിലുണ്ട് അവർ. ഞാൻ പറഞ്ഞില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞു NSSൻ്റെ കോളേജ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമുണ്ട്. ഏകദേശം അറിയാലോ, ഓരോ വർഷം നമ്മൾ 100-110 കോടി രൂപയുടെ ബഡ്ജറ്റാണ് പാസ്സാക്കുന്നത്. സർക്കാർ അതിനു വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മറ്റത് ഈ വോട്ട് ബാങ്കുകൾ അവർ സ്വയം പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഈ തലകളെ അവർ വിൽക്കും. KPMS അങ്ങനെയുള്ള പോലെയുള്ള ദളിത് സംഘടനകൾ ഒരു കച്ചവടമാണ്. ആണ്ടിൽ ഒരു തവണ ഒരു സമ്മേളനം നടത്തും. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ഇയാളെ കൊണ്ട് കാണിച്ചു കൊടുക്കണം, ഇത്രയും പുലയന്മാർ എൻ്റെ കൂടെയാണ് എന്ന്. ഞാൻ ജാതി പറയല്ല, ഇത്രയും പുലയന്മാർ എൻ്റെ കൂടെയാണെന്ന് നേതാവ് കാണിച്ചു കൊടുക്കും. ഇലക്ഷൻ വരുമ്പോഴത്തേനും നേതാക്കന്മാർ ക്യൂ വെച്ച് അവിടെ പോകും, വിഹിതം പോവും. എന്നിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്തിടും, എന്നെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നു,
അണികളെ മുമ്പിൽ പോയി പറഞ്ഞു കൊടുക്കും, ഞാൻ എന്നെ 3 തവണ വിളിച്ചു, ഞാൻ എടുത്തില്ല. ഡീല് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതങ്ങനത്തെ വോട്ട് ബാങ്ക്. മൂന്നാമത് വരുന്നതാണ് ഈ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന വോട്ട് ബാങ്കുകൾ. ഉദാഹരണത്തിന് ഈ ആശാ വർക്കേഴ്സ്. നമ്മുടെ UDF ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ പാസ്സാക്കുന്ന ബില്ലെന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ ശമ്പളം. അതവർ ക്രിയേറ്റ് ചെയ്യുന്ന വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ അതായതുകൊണ്ടാണ് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. നവോത്ഥാനവും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ല. പിന്നീടെന്ന് പറയുന്നത് ഇതെന്തിനാണ് വേണ്ടി വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചെടുക്കുന്നത്? പരസ്പരം വിലപേശും. മറ്റവൻ നേരത്തെ പറഞ്ഞ പോലെ ഭിക്ഷയിട്ട് കൊടുക്കുന്നു, മറ്റവൻ വിലപേശുന്നു, കോളേജിനും സ്കൂളിനും അവർക്ക് സ്ഥലം കൊടുക്കുന്നു, കോടികളുടെ എയ്ഡ് കൊടുക്കുന്നു. അപ്പം ഈ വോട്ട് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു ഡെപ്പോസിറ്റ് പോലെ നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇല്ല. ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഗ്യാരണ്ടീഡ് വോട്ടാണ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അത് രൂപപ്പെട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. 3 തരത്തിൽ രൂപപ്പെട്ട് വരുന്നു. താനെ രൂപപ്പെട്ട് വരുന്നു, പൊളിറ്റിക്കൽ പാർട്ടി രൂപപ്പെടുത്തിയെടുക്കുന്നു, സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. അത്തരത്തിൽ വോട്ട് ബാങ്കുകളെ കാണണം. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഈ വോട്ട് ബാങ്കുകൾക്ക് അതിനകത്ത് ബെനിഫിഷ്യറീസ് ഉണ്ട്. ഈ വോട്ട് ബാങ്കുകളായിട്ട് നിലനിന്നുകൊണ്ട് പറയണം, നമ്മൾ കേട്ടില്ലേ സമദൂരം. അത് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിഞ്ഞൂടാ. സമദൂരം അല്ലെങ്കിൽ ശരി ദൂരം, ഇതൊക്കെ ഒരു നമ്പറാണ്, ഒരു വിലപേശലാണ്. മറ്റവരങ്ങനല്ല, കച്ചവടമാണ്. അവർ വോട്ട് കച്ചവടം നിന്ന് ഈ വോട്ട് ബാങ്കിനെ തകർക്കുന്നതിനാണ് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ജാതി സെൻസസ് വേണ്ട എന്ന് പറയാനുള്ള കാരണം. ഈ സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്ന ഈ വോട്ട് ബാങ്കുകൾ തകർന്നു പോകുന്നു, തകർക്കുന്നു. ബോംബ് കണക്ക് വിടും. അത് ജാതി സെൻസസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ബോംബ് വിടുന്നതിന് തുല്യമായിരിക്കും, ഛിന്ന ഭിന്നമാകും. ദേവസ്വം ബോർഡാണെങ്കിലും ശരി, NSSൻ്റെ ഇതൊക്കെയാണെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ, ഞാൻ NSS എന്ന് പറയുന്നില്ല, എയ്ഡഡ് സ്ഥാപനങ്ങളുടെ മേഖലകളിൽ ഏകദേശം 99% ഇവിടുത്തെ അപ്പർ ക്ലാസ് ജനങ്ങൾ ജോലി ചെയ്യുമ്പോൾ വെറും അവിടുത്തെ തോട്ടിപ്പണിക്കും തൂപ്പുജോലിക്ക് പോലും പട്ടികാരില്ല. അവിടെ തൂപ്പുജോലിക്ക് പോലും ഇല്ല. സ്കാവഞ്ചേഴ്സ്, റിസർവേഷൻ ഇല്ലാത്ത മേഖലകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ പ്രസ് മീഡിയ സ്ഥാപനങ്ങളിൽ എത്ര പേരുണ്ട്, എത്ര പട്ടികാരിക്കാരുണ്ട് നമ്മൾ കാണുന്നതിൽ? ഇവരെല്ലാം ഉണ്ടാവുന്നവർ മാത്രമാണ്. അതുപോലെയുള്ള ഏത് മേഖലകൾ നമ്മളെടുത്തുള്ളൂ, IIT, IIM പോലെയുള്ള സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ സ്കാവഞ്ചേഴ്സാണ്. IIT മദ്രാസിലെ ഒരു പട്ടികാരിക്കാരനുണ്ടെങ്കിൽ, ഒരേ ഒരാളുണ്ടെങ്കിൽ അവൻ സ്കാവഞ്ചർ ആയിരിക്കും അവിടുത്തെ. അല്ല, അത് നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ഇതിനെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി അവരത് ഇതിനെയൊക്കെ പ്രീണിപ്പിക്കുന്നതാണ് വേറൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ഒരു പാർട്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസും അതായത് ഗുണഭോക്താക്കളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചില വോട്ട് ബാങ്കുകൾ അപ്പർ ക്ലാസ് ജനത്തിന് അതിന് വോട്ട് ബാങ്കായിട്ട് നിലനിൽക്കുമ്പോൾ അവർക്ക് ഗുണമുണ്ട്, ഗുണഭോക്താക്കൾ. പക്ഷേ ഇരകളായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, ഒരു മാറ്റമല്ല. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇപ്പോൾ ഇന്നലെ തന്നെ നടന്ന സെനറ്റ് ഹാളിൽ ഭയങ്കരമായ പ്രശ്നമുണ്ടായി. ഭാരതാംബയുടെ, നമ്മൾ ആ ഭാരതാംബ എന്താണെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാജ്ഭവനിലും ഭാരതാംബയെ കണ്ടു. അവിടെ നിന്നൊരു മന്ത്രി ഇറങ്ങിപ്പോയി. ഇവിടെ എന്തൊക്കെ നമ്പർ കാണിച്ചു. വേറൊരു കാര്യം ഞാൻ പറയുന്നു, ശിവൻകുട്ടിയായിരുന്നു CSFയുടെ നേതാവെങ്കിൽ ഗവർണർ കയറത്തില്ലായിരുന്നു, അത് ഉറപ്പാണ്. കാരണം ആ കാലഘട്ടത്തെപ്പറ്റി നമുക്കറിയാം. ഇത് കയറി. ഞാൻ ചോദിക്കട്ടെ, ഭയങ്കര വിഷയമാണിത്. LDF അതിനെ ഏറ്റെടുത്ത് കൊലപാതകം വിളിക്കുകയാണ് എല്ലാ പാർട്ടികളും. ഒരു ദിവസം ഒരു കരയോഗത്തിലൊരു ഭാരതാംബ ഉണ്ടായിരുന്നു. എന്ത് പാർട്ടിക്ക് മിണ്ടാട്ടമില്ലാത്തത്? ഒരു സഖാക്കളും മിണ്ടുന്നില്ലല്ലോ. ഒരു കരയോഗത്തിൽ ഭാരതാംബയെ വെച്ചു, എടുത്തോണ്ട് പോകാൻ പറഞ്ഞു, എടുത്തോണ്ട് പോയി. അതുകൊണ്ട് അതെന്ത് മിണ്ടാത്തത്? അപ്പോൾ പാർട്ടി സഖാക്കളുടേതാണെങ്കിലും സർക്കാർ കരയോഗത്തിൻ്റെതാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ സുഹൃത്ത് പറഞ്ഞ അതിൽ നിന്ന് തുടങ്ങുകയാണ്. 3 എണ്ണം പറഞ്ഞത് കൃത്യമായി ശരിയാണ്. 4ാമത് ഒന്നുകൂടെ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് പണം കൊടുത്തിട്ട് താൽക്കാലികമായി സൃഷ്ടിക്കുന്ന ഒരു വോട്ട് ബാങ്ക്. അതായത് ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നു, അതിന് മുന്നോടിയായിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം പണം കൊടുക്കുന്നു. അത് വടക്കേ ഇന്ത്യയിൽ എൻ്റെ ഒരു സുഹൃത്ത് ജേർണലിസ്റ്റ് പോയി നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അതായത് ആ ഗ്രാമത്തിലുള്ള ആളുകൾക്കെല്ലാം 100 രൂപ വീതം കൊടുക്കും.
അത് വളരെ അകലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഏകദേശം 2 കിലോമീറ്റർ കൂടുതൽ ക്യൂ ഉണ്ടായിരുന്നു പറയുന്നു. അത്രയ്ക്ക് വലിയ ക്യൂ ആണ്. അപ്പോൾ അതൊക്കെ വടക്കേ ഇന്ത്യയിൽ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് ഇവിടെ അത്ര ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പക്ഷേ ചെറുതായിട്ട് തുടങ്ങിയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ തുഷാർ അവിടെ പോയിട്ട് ഇതുപോലെ തുഷാറിൻ്റെ തന്നെ ബാറിൽ ഉള്ള ആൾക്കാരെ കൂടെ കൊണ്ടുപോയിട്ട് പണം വിതരണം ചെയ്യുകയും നമ്മുടെ ജാതി പറഞ്ഞ്, അതായത് കേരളത്തിൽ പച്ചയ്ക്ക് ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നീർക്കുന്നം മണ്ടാനും ആ ഭാഗത്തുള്ള ചില ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലത്തുമുള്ള ബാറുകളിൽ നിന്നുള്ള ജോലിക്കാരെ അവർക്ക് ഒരു ദിവസം 2000-3000 രൂപ കൊടുത്താണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ അതിൻ്റെ തുടക്കമുണ്ട്. അതെ, മദ്യം ഫ്രീ. അത് പിന്നെ ഫ്രീ, അത് കുറഞ്ഞ മദ്യം ഫ്രീ ആയിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിത് മറ്റൊരു അപകടം കാണുന്നുണ്ട്. ഇവിടെ സാറ് പറഞ്ഞൊക്കെ വളരെ ശരിയാണ്. കാരണം ഈ എയ്ഡഡ് സ്കൂളുകളിൽ ഞാൻ സാർ പറയാത്ത ഒരു കാര്യം കൂടി പറയാം. കാരണം എനിക്കത് കുറേ കൂടെ ഇതായിട്ട് തോന്നുന്നുണ്ടാണ്. അതായത് നമ്മുടെ അംഗപരിമിതരായ ആളുകൾക്ക് 3% അത് 4% സുപ്രീം കോടതി വർദ്ധിപ്പിച്ച് ഓർഡർ ഇട്ടു. അത് ഈ ഒരു വിഭാഗക്കാരും നടപ്പാക്കിയിട്ടില്ല, ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. എൻ്റെ വീടിനടുത്ത് ഇതിൻ്റെ ഒരു നേതാവൊക്കെ ഉണ്ട്, ഞാൻ പുള്ളിയോട് എപ്പോഴും പറയാറുള്ളൂ. അപ്പോൾ അതും ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും ഇതെന്താണെന്ന് വെച്ചാൽ ഈ നീതി എത്തുന്നില്ല, സാധാരണക്കാരിലേക്ക് നീതി എത്തുന്നില്ല. നമ്മുടെ നീതിന്യായ കോടതികളെല്ലാം എവിടെയൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നീതി ലഭിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ അപകടം, ഇത് വലിയ അപകടകരമായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. അതായത് ഈ ഭിന്ദ്രൻമാല എന്ന് പറയുന്ന ആൾ സിഖ് അവരുടെ സുവർണ ക്ഷേത്രത്തിൽ, ഇത് ഒരു സിഖുകാരൻ തന്നെ എന്നോട് പറഞ്ഞാണ്. ഞാൻ ഡൽഹിയിൽ ഒരു മാസത്തെ പ്രോഗ്രാമിന് പോയപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അയാളുടെ ബന്ധുക്കൾ ഈ ലോങ്കോവാലിൻ്റെ ബന്ധുക്കളാണ്. ലോങ്കോവാൽ എന്ന് പറയുന്നത് അവരുടെ മത നേതാവാണ്. അപ്പോൾ ഈ ഗുരുഗ്രന്ഥ സാഹിബ് വായിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഭാഗവതം വായിക്കാൻ പോലും അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു അയാൾ നന്നായിട്ട് വായിക്കും, സംഗീതാത്മകമായിട്ടൊക്കെ വായിക്കുന്ന ആളാണ്. അയാൾ ഇന്ദിരാഗാന്ധി അയാൾ വിചാരിച്ച കുറേ വോട്ട് പിടിക്കാൻ പറ്റും ഇവരുടെ സമുദായത്തിൽ നിന്ന്. അതിനു വേണ്ടി അയാളെ സ്വാധീനിച്ച് അങ്ങനെ അയാളെ വലിയ ആളാക്കി. അതായത് അയാളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിച്ച് വന്നപ്പോൾ അയാൾക്ക് തോന്നി എനിക്കൊരു വലിയ ആളാകാൻ പറ്റും. അങ്ങനെ പിന്നെ അയാൾ അവരുടെ കൂടി ഭീകരനായി മാറി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ മദനിയുടെ കാര്യത്തിൽ നടന്നത്. മദനിയുടെ ആദ്യത്തെ കാലത്തെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ വിളിയുന്നത് ഞാൻ കേട്ടത്, അത് കയറാൻ പറ്റാത്തതുകൊണ്ടല്ല, എങ്കിലും അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ വളർത്തി എല്ലാ വണ്ടിയിൽ അവിടെ കൊണ്ടിട്ട് വലിയ ആളായി സങ്കല്പിച്ച് അങ്ങനെ അവസാനം തീവ്രവാദിയായി മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മതമൗലികവാദം എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് തീവ്രവാദം. കമ്മ്യൂണിസം, വർഗീയത എന്നൊക്കെ പറയുന്ന അതിനകത്ത് തന്നെ ഉണ്ട്. അതാണ് അവസാനം ഇന്ദിരാഗാന്ധിയുടെ മതത്തിൽ എന്തുമാത്രം അവിടെ ഇപ്പോഴും അതിന് തീർന്നിട്ടില്ല. നമ്മൾ കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാനഡയിലും അമേരിക്കയിലുള്ള സിഖുകാർക്കെല്ലാം അതിൻ്റെ മനസ്സിൽ അവരുടെ പകയാണ്. കാനഡയിൽ ഏറ്റവും കൂടുതൽ ട്രക്ക് ഡ്രൈവർമാർ സിഖുകാരാണ്. അവരുടെ മനസ്സിലൊക്കെ എന്നോട് പല ആളുകളും കാനഡ പോയവർ പറഞ്ഞത് അവർക്കിപ്പോഴും വൈരാഗ്യം നിലനിൽക്കുകയാണ് സിഖുകാരെ കൊന്നതിൻ്റെയൊക്കെ, അവരുടെ സുവർണക്ഷേത്രം ആക്രമിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ അതിപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞു വലിയ അപകടകരമായ കാര്യമാണ്. പിന്നെ ഒരു പണാധിപത്യം, നേരത്തെ പറഞ്ഞില്ല, പണം, ഈ കള്ളപ്പണം. ഇപ്പോൾ ആരാണോ നമ്മളെ ഇവിടെ MLA-മാരെ പേയ്മെൻറ്റ് സീറ്റ് എന്നൊക്കെ പറയത്തില്ല, സത്യമാണ്. ഇത്ര ലക്ഷം രൂപ മുടക്കാൻ കഴിയുന്നെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കള്ളപ്പണം ഏത് നേതാവിൻ്റെ കയ്യിലാണോ കൂടുതലുള്ളത് ആ ആളാണ് ഏറ്റവും വലിയ ശക്തി. ആ ആള് പണ്ട് ജസ്റ്റിസ് കുമാരൻ പറഞ്ഞത് മാഫിയ ജനറലായി മാറും എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഉള്ള വലിയ ഒരു വോട്ട് ബാങ്കിൻ്റേതായ അപകടങ്ങൾ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ എല്ലായിടത്തും പതിയിരിക്കുന്നു എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ട് ഞാൻ നിർത്തി. 1-2 വർഷം മുൻപ് വരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഈ ബ്രസീലാണ് 1-ാം സ്ഥാനത്ത് വന്നിരുന്നത്, 2-ാം സ്ഥാനത്ത് ഇന്ത്യയായിരുന്നു. പിന്നെ ഇന്ത്യ ബ്രസീലിനെ കവച്ചു വെച്ച് ലോകത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയെന്നും ഞാൻ വാർത്ത കണ്ടായിരുന്നു. ഈ മഹാരാഷ്ട്രയിലും UP-യിലുമുള്ള ഏതോ 4-5 കമ്പനികൾ മാത്രമാണ് ഈ ബീഫ് സംസ്കരിച്ച് പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഹൈജീനിക്കായിട്ട് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഈ അസംസ്കൃത വസ്തു എവിടെ നിന്നാണ് കിട്ടുന്നത്? അസംസ്കൃത വസ്തു എന്നാൽ മറ്റൊന്നുമല്ല, അത് പശു തന്നെയാണ്. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് കയറ്റുമതിയിൽ എത്തണമെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്?
ഓക്കെ, അത്രയും ചിന്തിച്ചാൽ മതി. പിന്നെ ഈ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുടെ MD-യുടെ പേരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നല്ല ഒന്നാന്തരം സവർണ ഹിന്ദുക്കൾ തന്നെയാണ് ഇത് കയറ്റുമതി ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കയറ്റുമതി കൊണ്ട് ഓരോരുത്തർക്കും. പിന്നെ പറയാൻ വന്നത്, ഓക്കെ, അത് ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് ഗൾഫിലേക്ക് ഇത് കയറ്റുമതി ചെയ്യണമെങ്കിലേ ഒരു ഹലാൽ ലേബലും കൂടെ വേണം. അതും കൂടെ വെച്ചാണ് ഈ സവർണ ഹിന്ദുക്കൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അത്രയും അതാണ് ഒരു വലിയ വോട്ട് ബാങ്കിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത്രയും ഒന്ന് ചിന്തിക്കുകയും അതൊന്ന് എന്താ പറയുക പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആക്റ്റീവായിട്ട് കൊണ്ടുവരികയും മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രാഷ്ട്രീയത്തെക്കുറിച്ച് ആണ് ഇവിടെ ഭൂരിപക്ഷം ആളുകളും സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയത്തെ ചെറുക്കാൻ നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ പ്രയത്നിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളെ വെള്ളനാട് 1-2 ഗ്രൂപ്പുകളുണ്ട്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ, നാഗേഷ്, രാമേന്ദ്ര സാറ് ഒക്കെ നിർണായക സ്വാധീനമുള്ള 1-2 സംഘടനകൾ വെള്ളനാട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പരിപാടിക്കും ഞങ്ങൾ ഒരു രാഷ്ട്രീയ നേതാക്കളെയും വിളിക്കാറില്ല. അവർ ഞങ്ങളെ മുദ്ര അടിച്ചിരിക്കുന്നത് അരാഷ്ട്രീയവാദികളെന്നാണ്. അത് ഞങ്ങൾ അഭിമാനപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 5 വർഷത്തിലൊരിക്കലൊക്കെ ഭരണം മാറുന്നതാണല്ലോ കേരളത്തിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. എന്താ വ്യത്യാസം? ഇടതുകാലിലെ മന്ത് വലതുകാലിലോട്ട് മാറി, അല്ലാതെ എന്തെങ്കിലും വ്യത്യാസം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അപ്പോൾ ഇവർ നമുക്ക് സ്വാധീനമുള്ള രംഗങ്ങളിൽ നിന്നെങ്കിലും ഇന്നത്തെ ഈ ഗതികെട്ട രാഷ്ട്രീയക്കാർ അവർ കേരള ജനതയെ വിദഗ്ധമായി പറ്റിക്കുകയും പല പല അറകളിലാക്കി സമ്മർദ്ദശക്തികൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് മറ്റ് ബഹുഭൂരിപക്ഷം ജനങ്ങളെയും അവഗണിക്കുന്ന ഇന്നത്തെ ഈ രാഷ്ട്രീയ ശക്തികളെ നമ്മൾ കഴിയുന്ന എല്ലാ രംഗങ്ങളിൽ നിന്നും നമുക്ക് സ്വാധീനമുള്ള ഗ്രൂപ്പുകളിലെങ്കിലും അവഗണിക്കാനുള്ള ഒരു പരിശ്രമം കൂടി നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കൂടുതലൊന്നുമില്ല. നമുക്ക് നോട്ടൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ചെറിയൊരു ഗ്രൂപ്പാണല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വളരെ നിഷ്പക്ഷമായും സകല രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളെയും വിമർശിച്ചുകൊണ്ട് എഴുതാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ നോട്ടയ്ക്ക് ചെയ്യണമെന്നുള്ളതല്ല, അതൊക്കെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. വോട്ട് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ അത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. നമുക്ക് അങ്ങനെ ബദൽ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാനുള്ള ശേഷി നമുക്കുണ്ടോ? അത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ള കാര്യം വലിയൊരു വിഷയമാണ്. ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ക്രമേണ ജനങ്ങളുടെ ഇടയിലേക്ക് സ്വാധീനം ചെലുത്തപ്പെട്ട ഒരു ജനാധിപത്യ പ്രവർത്തനമായിരുന്നു ഇത്. ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഡെമോക്രസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ജനാധിപത്യം എന്താണ്? ആ ജനാധിപത്യത്തിൽ ഏത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രക്രിയയാണ് നടത്തേണ്ടത്? അതിന് അടിസ്ഥാനമായിട്ടുള്ള നിയമങ്ങൾ ഏതാണ്? ആ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട്, ജനങ്ങളുടെ ഉൾക്കൊണ്ട ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, സംസ്കാരത്തിന് വിരുദ്ധമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കാണേണ്ടത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയവും അത് സമൂഹത്തിൽ ചെലുത്തുന്ന വളരെ മോശപ്പെട്ട സ്വാധീനവും ആണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് ഏറ്റവും കൂടുതൽ കൃത്യമായ പഠനങ്ങളുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം എന്ന് ഒരു തുടക്കത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് ഏത് ജനാധിപത്യ പ്രക്രിയയിലാണോ സൃഷ്ടിക്കപ്പെടുന്നത് അതിൻ്റെ ആ ഒരു ജനതയുടെ, ആ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക മേഖലയെ തകർക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ തകർക്കുന്നു. അത് ഏതെല്ലാം തരത്തിലാണെന്ന് ഇപ്പോൾ വിശദീകരിക്കാനുള്ള ഒരു സമയം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മുടെ GDP എങ്ങനെ ബാധിക്കുന്നു, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ എങ്ങനെ തകർക്കുന്നു, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ ഉൽപ്പാദന പ്രക്രിയയെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട്.
ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് നമുക്കിനി അടുത്തൊരു സമയം തന്നെ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. കൂടുതലായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മതത്തിലോ ഒരു ജാതിയിലോ ഒന്നിലധികം ജാതിയിലോ തുടങ്ങിയതും അതിൽ അവസാനിക്കുന്നതുമല്ല. ഇത് കേവലമായിട്ട് ഒന്നിൽ തുടങ്ങുകയും അതൊരു പരിവർത്തനത്തിൻ്റെ പല ഭാഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിനെ തന്നെ രണ്ടിനെ നാലും ഒരു ഫിഷൻ പ്രോസസ്സ് പോലെ, ഒരു ചെയിൻ പ്രോസസ്സ് പോലെ മാറ്റിക്കൊണ്ട് നിരന്തരമായി സമൂഹത്തിൽ ആവശ്യമില്ലാത്ത ചലനങ്ങൾ സൃഷ്ടിക്കുന്നതും ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെല്ലാം എവിടെയെല്ലാം പ്രക്ഷോഭത്തിന് ഇറങ്ങിയിട്ടുണ്ടോ, അസമത്വത്തിനും വിവേചനങ്ങൾക്കുമെതിരെ എവിടെയെല്ലാം മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടോ, എന്തെല്ലാം വീക്ഷണങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ, അതിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന തരത്തിലേക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മളെ എത്തിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ വോട്ട് ബാങ്ക് പിന്നിലുള്ള ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഒരുപറ്റം ജനങ്ങളെ ഒരു പ്രത്യേക ചിന്തയിലേക്ക് ആകർഷിക്കുകയും ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവരെ കേന്ദ്രീകൃതമായി നിലനിർത്തുകയും ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഏതെങ്കിലും പേരുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ അടിസ്ഥാനമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക. അത്തരം ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവിടെ അനുഭവിക്കപ്പെടുന്നത് ഇവിടെ ഇരിക്കുന്ന പലരിലും പറഞ്ഞതുപോലെ ഏറ്റവും താഴ്ന്നത് എന്ന് അതിശയിക്കപ്പെട്ട് സമൂഹത്തിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു വിഭാഗം ജനവിഭാഗങ്ങളിലേക്കായിരിക്കും അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടാവുക. അവരുടെ മുന്നേറ്റത്തെയാവും ഒരുപക്ഷെ തടയപ്പെട്ടിട്ടുണ്ടാവുക. ആ വിഷയമാണ് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ടതും. ഞാൻ ഈ വിഷയം തന്നെ വേറെ പലരുമായിട്ട് പല രൂപത്തിൽ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തന്നെ ചിലർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ ഡിസ്ക്ലോസ് ചെയ്തത് കാരണം ഇപ്പോഴും അത്രമാത്രം അസമത്വം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാമൂഹികമായ അസമത്വം നിലനിർത്തുന്നതിനുള്ള പ്രധാന പങ്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പേരുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന ചില ആൾക്കാരുടെ അല്ലെങ്കിൽ അറിവ് കൊണ്ട് ഉന്നതിയിലെത്തി എന്ന് സ്വയം കരുതുന്ന ചിലരുടെയും പ്രവർത്തനത്തിൻ്റെ കുഴപ്പം കൊണ്ട് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത കാലത്തോളം നമ്മൾ അടിമത്വത്തിൻ്റെ പ്രചാരകന്മാരായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിശബ്ദരായ സപ്പോർട്ടേഴ്സായിട്ടോ നമ്മൾ മാറുന്നു എന്നാണ് അർത്ഥം. ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോയിട്ട് സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളും ഇനിയിരിക്കുന്നവരിൽ നിന്നും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിർത്തുന്നു. ജനാധിപത്യത്തിനകത്ത് വോട്ട് ബാങ്ക് ഇല്ല. ജനാധിപത്യത്തിൽ ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഓരോ പൗരൻ്റെയും ഡ്യൂട്ടി. പക്ഷേ ഈ വോട്ട് ബാങ്ക് ഉണ്ടാക്കി വരുന്നത് ജനാധിപത്യ ധ്വംസനത്തിനാണ്. അതാണ് ജനാധിപത്യം ധ്വംസനം ചെയ്യാനാണ്. എൻ്റെ മകളുടെ പേര് ഡെപ്പോസിറ്റ് ചെയ്താൽ പോലും ആരും എന്നോട് ചോദിക്കരുത്. അവിടെയാണ് അതിന് വേണ്ടിയിട്ടാണ് വോട്ട് ബാങ്ക്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിരുന്നാലും ഞാൻ ജയിക്കും, ഞാൻ വീണ്ടും അധികാരത്തിൽ വരും, ഞാൻ കിറ്റ് കൊടുത്തും ഞാൻ വോട്ട് ബാങ്കുകളെ സൃഷ്ടിക്കും. അതല്ലാതെ അവയർനെസ് എന്ന് പറഞ്ഞാൽ സാർ ഈ വോട്ട് ചെയ്യരുത് എന്നൊരു സ്റ്റാൻഡിലേക്ക് ഒരു പൗരൻ പോകരുത്. അങ്ങനല്ല, അവർ വോട്ട് പോകണം. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ അടിസ്ഥാനപരമായി വർഗീയ ജാതീയ വോട്ട് ബാങ്ക് ഉണ്ടായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ജനതാ പാർട്ടി രൂപീകരിക്കുകയും അതിന് ഒരു 2.5 വർഷം പോലും ഈ രാജ്യത്ത് ഭരണം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സ്ഥാനത്ത് കടന്നു വന്നത് ആരാണ്? അന്ന് ജനസംഘം വന്ന് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ PJP എന്നൊരു വർഗീയ ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് എതിർത്തുകൊണ്ട് വന്ന പാർട്ടികൾ ജാതീയമായി ജാതീയമായ ഒരു പാർട്ടിയായി മാറുകയും അതിനുശേഷമാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വളർന്നു വന്നിട്ടുള്ളതെന്നുള്ളത് ചരിത്രപരമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ജാതി സംവരണം കൊണ്ടുവരണമെന്നുള്ളതിൽ ആർക്കും ഒരു തർക്കമില്ല, കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ജാതി സംവരണം വന്നാലും എന്തു വന്നിരുന്നിരുന്നാലും കേരളത്തിനെ സംബന്ധിച്ച് ഒരു വർഷം പുറത്തു വരുന്ന യൂത്ത് എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്നവർ 14 ലക്ഷമാണ്. സർക്കാരിൻ്റെ ഒഴിവെന്ന് പറയണത് ഒരു വർഷം ഉണ്ടാവുന്നത് 23,000ആണ്. വെറും 23,000ആണ്. ഈ 23,000 എവിടെ കിടക്കുന്നു? 14 ലക്ഷം അവിടെ കിടക്കുന്നു. അവരെങ്ങനെ ജീവിക്കണമെന്ന്, എന്ത് ചെയ്യണം എന്നുള്ളത് ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്നുള്ളത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതൊന്ന്. 2,
എത്ര വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം വന്നിരുന്നാലും ശരി, അതിൻ്റെ ഉൽപ്പത്തി എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെതിരെയുള്ള സമരമാർഗങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് ഉപയോഗം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇത് മുമ്പോട്ട് പോകണമെന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ സർക്കാർ ജീവനക്കാർ ഇതെന്ന് പറയണത് ഈ ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്റ്റേജാണുള്ളത്. 1 പെർമനൻറ്റ്, 2 എംപ്ലോയ്മെൻറ്റ്, 3 കോൺട്രാക്ട് ബേസ്. ഇത് കഴിഞ്ഞിട്ട് ഡെയിലി വേജസ്. ഇതാണ് ഇതിനകത്ത് ഒരു കാരണവശാലും സർക്കാരിൻ്റെത് പെർമനൻറ്റ് ജോബ് കൊടുക്കുന്നില്ല. എല്ലാം കോൺട്രാക്ട് ബേസിലാണ് കൊടുക്കുന്നത്. കോൺട്രാക്ട് ബേസ് എന്ന് പറഞ്ഞിരുന്ന ഭരിക്കുന്ന പാർട്ടിയിലെ ആൾക്കാർക്ക് കൊടുക്കുക. അത് ARB. ഇതാണ് ഇവിടെ നടക്കുന്നത്. അത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് ഞാൻ ചർച്ച ചെയ്യുക. നമുക്ക് ഈ റൂമിൻ്റെയും കൂടെ സമയം ക്രമീകരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ക്വിക്കായിട്ട്, ഇപ്പോൾ നമുക്ക് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങൾ വേണമെങ്കിൽ ഒരു സെമിനാർ പോലെ സംഘടിപ്പിക്കാൻ പറ്റുമോ, പൊതുജനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചർച്ച ചെയ്യുക. ചർച്ചകൾ നടക്കട്ടെ. പറ്റുമെങ്കിൽ ഓരോ വ്യക്തികളും ചെറിയ 5 മിനിറ്റ് 3 മിനിറ്റുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സ്വന്തം ഫോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് സ്വന്തം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രചരിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ പ്രചരണങ്ങൾ നടത്തേണ്ടത്. വ്യക്തി അഭിപ്രായങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പം നമുക്ക് ഇത്തരം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് ഒരു തുടക്കം കുറിക്കുക എന്നാണ്. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മൾ അങ്ങനെ ആരും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ ജാതി സംഘടനകൾ ബലം കാണിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ചെറിയ ഗ്രൂപ്പിൽ തിരുത്തൽ ശക്തികൾക്ക് ചെറിയ ഗ്രൂപ്പാവേണ്ട ശക്തി കഴിഞ്ഞു. അപ്പം ഞാനൊക്കെ മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ ജാതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ ജാതി നശീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിശ്ര വിവാഹമാണ്. കാരണം മിശ്ര വിവാഹത്തിൽ ഇവിടെ ഒരു ചെറിയ കണക്ക് ഈ സെൻസസിൻ്റെ കണക്കിൽ എടുക്കാൻ സാധ്യതയുണ്ടോ? എത്ര പേര് മിശ്ര വിവാഹം ചെയ്തു? ഞാൻ മിശ്രവിവാഹ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങളൊരു അനൗപചാരിക കണക്ക് തന്നെ 10 ലക്ഷത്തോളം ആൾക്കാർ സബ് രജിസ്റ്റർ ഓഫീസിൽ ഈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ എത്രയോ ആൾക്കാരും അത് വൻ ശക്തിയാണ്. അപ്പോൾ മിശ്ര വിഭാഗം ഒരു സമൂഹത്തിലെ ഈ ജാതി ഉള്ള സമൂഹത്തിൽ ഏറ്റവും ഒരു പരിഷ്കരണ ഒരു വിഭാഗമാണ്. അത് അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ ഒരാൾ. അപ്പോൾ ഇത്തരം കക്ഷികൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. നമുക്ക് ഇത്തരം ചർച്ചകൾ ഇനി നമുക്ക് തരാം. ആരെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കുക. ഇനി ആരെങ്കിലും ക്വിക്കായിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്കിവിടെ പിരിയാം. നമ്മൾ ഈ ഇത്തരം ചർച്ചകൾ വയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകം പരസ്പരം കാണുക. അങ്ങനെ ലക്ഷ്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഘടകമാണ് പരസ്പരം കാണുക എന്നുള്ള സാധനം. സോഷ്യൽ മീഡിയ മാത്രം ഒതുങ്ങാതെ ചായ കുടിക്കുക എന്നുള്ള സാധനമൊക്കെയാണ് ഇതിൻ്റെ ബില്ലുള്ളത്. ഒരുമിച്ച് കൂടുക. ഈ ഹോമോസാപ്പിയൻസ് മാത്രം ഒരു പ്രത്യേകമാണ് ഒരുമിച്ച് ചേരുക എന്നുള്ളൊരു സാധനം. അതാണ് ഇതിൻ്റെ സാധനം. ഞാൻ കൺക്ലൂഡ് ചെയ്ത രാമചന്ദ്ര സാധനത്തിനെ കൊടുക്കാം. തുടങ്ങുക കൺക്ലൂഡ് ചെയ്ത നമ്മുടെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാവരും നമ്മൾ അനുഭവസ്ഥരാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, പലതിനും സാക്ഷികളാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജാതി സെൻസസ് കൃത്യമായി നടത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ സെൻസസ് നടത്തുകയും അവഗണന കണ്ടെത്തുകയും ചെയ്താൽ അത് പോരാടി നേടുവാനുള്ള ആർജവം ഇവിടുത്തെ എത്ര സംഘടനകൾക്കുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം, 2 ഉദാഹരണം. ഞാൻ ഇടപെട്ട 2 കേസുകളാണ്. നാരായണ ഗുരുവിന് 5 ദത്തുപുത്രന്മാരാണ്. അതിൽ ആദ്യത്തെ ആളാണ് കേരളത്തിലെ ആദ്യത്തെ ദളിത് മേയർ. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, അത് ഉപയോഗിച്ചാലേ ഞാൻ ഈ പറയുന്ന കാര്യം പൂർണ്ണമാവും. 1970 മുതൽ 71 വരെ തിരുവനന്തപുരം സിറ്റി മേയറായിരുന്ന കുഞ്ഞിരാമൻ. അദ്ദേഹത്തിനൊരു പ്രതിമ വേണം എന്നൊരാവശ്യം അവരുടെ ഇടയിൽ നിന്ന് വന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച്, നാരായണ ഗുരുവിനെ കുറിച്ച് 2000-ലേറെ ജീവചരിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 1-2 കൃതികളിൽ മാത്രമാണ് ഇദ്ദേഹത്തിനെ പരാമർശിച്ചുള്ളത്. അത് പോട്ടെ. അപ്പോൾ ഇവരൊക്കെ കൂടെ എന്നോട് പറഞ്ഞു, ഞാനും കൂടി ചെന്ന് സംഗതി ഇങ്ങനെ ഒരു ആവശ്യം വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദളിത് സംഘടനകൾ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ ആദ്യം KPMS കാണാൻ പോയി. പറയുമ്പോൾ ഞാൻ്റെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അത് പറയേണ്ട കാര്യമില്ല, അവർ നോക്കിക്കോളൂ. അവിടെ തീർന്നില്ല. രണ്ടാമതൊരു കേസ്. നമുക്കറിയാം, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 35% ഇടുക്കിയിൽ നിന്ന്. ഇടുക്കി ഡാം സൈറ്റ് കണ്ടെത്തിയത് ആദിവാസി മൂപ്പനായ കൊലുമ്പന് തിരുവനന്തപുരം പട്ടണത്തിനകത്തൊരു പ്രതിമ വേണമെന്നുള്ള അവരുടെ നിരന്തരമായ എത്രയോ വർഷങ്ങളായ ആവശ്യമാണ്. അച്യുതനൻ്റെ പ്രതിമയൊക്കെ വരുന്നതിന് മുമ്പാണ് അങ്ങനെ ഒരു ആവശ്യം വരികയും അവരെന്നെ സമീപിച്ച് ഞാൻ അവരോടൊപ്പം പോയി. അവരോടൊപ്പം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഒരു സംഘടനയായിട്ട് വന്നാലൊക്കില്ല, ഇവിടുത്തെ കാണിക്കാരുടെ സംഘടന അത് എന്നെ 3-4 ഉണ്ട് പോട്ടെ. അപ്പോൾ ഇവരെല്ലാം കൂടെ സംഘടിച്ച് ഒന്നിച്ച് ചെന്നപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ അവിടെയുള്ള മണിയന്മാരുടെ അവരുടെയൊക്കെയാണ്, അതിപ്പോൾ ഈ കാണിക്കാരുടെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല.
എങ്ങനെയുണ്ട്? സംഗതി നടന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ അവഗണന കണ്ടെത്തിയാലും ആ അവഗണനയ്ക്കെതിരെ പോരാടി അവകാശങ്ങൾ നേടാനുള്ള ആർജവം ഉണ്ടോ എന്നുള്ളൊരു വിഷയം കൂടി നമ്മൾ ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു എൻ്റെ അറിവിൽ. പിന്നെ ഈ പഴയ കാലങ്ങൾ നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അലക്കണമെന്നുള്ളത് വേണോ എന്നൊരു ചോദ്യം ഇവിടെ ആരും ഉന്നയിച്ചു എന്ന് തോന്നുന്നു. അതിൻ്റെ മറുപടിയുണ്ട്. അത് കുമാരനാശാൻ പറഞ്ഞതാണ്. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാകാം, മൂളായിക സമ്മതം രാജനെന്നാണ്. ഇന്നലെ ചെയ്ത അബദ്ധങ്ങൾ നമ്മൾ പഠിക്കുന്നത് ആവർത്തിക്കാതിരിക്കാനാണ്. ഇന്നലെ ചെയ്ത സുബദ്ധങ്ങൾ പഠിക്കുന്നത് ഇന്നിനെ തിരുത്താനാണ്. അതുകൊണ്ട് ഇന്നലെകളെ പഠിച്ചുകൊണ്ട് മാത്രമേ നാളെയെ നമുക്ക് കരുപ്പിടിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഭാവിയുടെ പ്രവാചകനാണ് ഭൂതകാലം എന്ന് പറയുന്നത്. നിർത്തുന്നു.